Yes. Good evening. Good evening. Yes. അപ്പോൾ എല്ലാവരും കയറിയോ? ഷിപ്പർ കയറിയിട്ടുണ്ട്. മീഡിയ ഓൺ ആള് പേരൊന്ന് പരിചയപ്പെടുത്താം. അബൂസിനാണ്. ഓക്കെ. യെസ്. ഹസീന മേഡം. ഓക്കെ. MCL ഡിസൈൻ സ്റ്റുഡിയോ. യെസ്. അപ്പോൾ ഇന്നലത്തെ ഇതൊക്കെ ചെയ്ത് നോക്കിയിട്ടില്ല എത്ര പേരുണ്ട്? ഇന്നലെ ഞാൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്ന് ChatGPT ഒന്ന് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റിയോ? ചെയ്ത് ഇന്ന് കുറച്ചൊക്കെ അത് മൊത്തം കേട്ടായിരുന്നു. ഒന്നും കൂടി റെക്കോർഡ് ചെയ്ത് ഒന്ന് കേട്ട് അത് കമ്പ്യൂട്ടറിലൊക്കെ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നു. ഇതിപ്പോ എന്തെങ്കിലും ഡൗട്ട് എന്തെങ്കിലും ഉണ്ടായോ? ഡൗട്ട് ഇല്ല. ഞാനുണ്ടായിരുന്ന ഡൗട്ട് എനിക്കിപ്പം ക്ലിയർ ആയി കിട്ടി. ആ പേഴ്സണലൈസ്ഡ് ഇതിനകത്ത് കൊടുക്കേണ്ട പ്രോംപ്റ്റ് അതിനകത്ത് നമുക്ക് കിട്ടിയില്ലായിരുന്നു. അപ്പം കുഴപ്പമില്ലായിരുന്നു. അത് കിട്ടിയല്ലേ? പിന്നെ മനസ്സിലായല്ലോ. അതെനിക്കറിയായിരുന്നു. അത് അതിനകത്ത് നമ്മള് നിങ്ങളുടെ വീഡിയോക്കകത്ത് ഒന്നും കൂടി കണ്ട് ഒന്നും കൂടി ക്ലാരിറ്റി കിട്ടി. ആ വീഡിയോയ്ക്കകത്ത് നമ്മൾ കിട്ടുമ്പം പങ്കെടുക്കുന്നവരെല്ലാരും കൂടി ഫോട്ടോയും കൂടി വരുന്നുണ്ടല്ലോ. അതില്ലാതെ വീഡിയോ മാത്രമായിട്ട് ആ കമ്പ്യൂട്ടറിന്റെ ഫേസ് മാത്രം വീഡിയോക്കകത്ത് കിട്ടുവാണെങ്കിൽ കുറച്ചും കൂടി നമുക്ക് കാര്യങ്ങൾ കുറച്ചും കൂടി വ്യക്തമാകാം. ലൈവ് ക്ലാസ് റെക്കോർഡ് ചെയ്യുമ്പോൾ അങ്ങനെ തന്നെ ആയിരിക്കും. സെപ്പറേറ്റ് നമുക്ക് ചെയ്ത് ആണോ? അത് വരുന്നുണ്ട്. അല്ലല്ല, വേണ്ട, അങ്ങനെ വേണ്ട. അതിനുവേണ്ടി പ്രത്യേകം കഷ്ടപ്പെടേണ്ട. ഞാൻ പറഞ്ഞ അങ്ങനെ ഉണ്ടെങ്കിൽ, ആ ഓപ്ഷൻ ഉണ്ടെങ്കിൽ അത് നല്ലതെന്ന് പറഞ്ഞെന്നുള്ളൂ. ആയിക്കോട്ടെ. ഓക്കെ. താങ്ക് യു. നല്ല ക്ലാസ് ആയിരുന്നു. താങ്ക് യു സർ. ഓക്കെ. അപ്പോൾ ChatGPTയുടെ ഞാനൊരു എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ കാണിച്ചു തന്നിട്ട് അത് ആരും ചെയ്ത് നോക്കിയോ? അത് എനിക്ക് കിട്ടിയില്ലായിരുന്നു കേട്ടോ. എക്സ്പ്ലോർ GPT ഞാൻ നോക്കിയിട്ട് കണ്ടില്ല. എന്നാണോ ഞാൻ ലാപ്ടോപ്പിലാണ് ഉപയോഗിച്ച് നോക്കിയെന്ന്. അത് കണ്ടില്ല. അത് ഞാൻ കണ്ടില്ല. ഞാനത് ഇന്ന് വേണമെങ്കിൽ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് അയച്ചു തരാം. നിങ്ങൾ ഇപ്പം സമയം കളയുന്നില്ല. ഇപ്പം ക്ലാസ് നടക്കട്ടെ, ഞാൻ അയച്ചു തരാം. നോക്കാം നമുക്ക്. ചിലപ്പോ മോറൽ ഉണ്ടാവും. അത് എനിക്ക് അതേപോലെ കണ്ടിട്ടുണ്ടായില്ല. ഞാൻ മോറൽ ഞാൻ മോറിലും ഞെക്കി നോക്കിയായിരുന്നു. നിങ്ങള് സ്ക്രീനിൽ കാണുന്നുണ്ടോ? ഞാൻ വിഷ്വൽ ആഡ് ക്രിയേറ്റർ എന്ന് പറഞ്ഞിട്ട് GPT ഞാൻ ക്രിയേറ്റ് ചെയ്തതാണ്. ഓക്കെ, കണ്ടോ? ക്രിയേറ്റഡ് ബൈ സവാദ് എന്ന് കാണിക്കുന്നുണ്ട്. പ്രീമിയം വിഷ്വൽ കൺസെപ്റ്റ് ആൻഡ് പോസ്റ്റർ ക്രിയേഷൻ അസിസ്റ്റന്റ് എന്നാണ് ഈ GPTയുടെ പേര്. ഇത് നിങ്ങൾക്ക് അവൈലബിൾ ആയിരിക്കും, നിങ്ങൾ സെർച്ച് ചെയ്താൽ. ഇപ്പൊ എനിക്ക് മാത്രം കാണുള്ളൂ, ഞാൻ അങ്ങനെ ആക്കി വെച്ചിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്കും ഇതുപോലെ GPT ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ട് ഓഡിയൻസിന് കൊടുക്കാം. ഓക്കെ, ട്രൈ ചെയ്തിട്ടുണ്ട്. എന്താ പേര്, എന്താ കൊടുത്തേ? അത് MCL എക്സ്റ്റീരിയർ റെൻഡർ സ്റ്റുഡിയോ. ഓക്കെ, അതില് ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ? ട്രൈ ഔട്ട് ചെയ്ത് നോക്കിയോ? കുഴപ്പമില്ല. ഒന്നുകൂടി ഒന്ന് സെറ്റാക്കിയ ഒന്നുകൂടി ബെറ്റർ ആവും തോന്നുന്നുണ്ട്. ഞാൻ കൊടുത്തതെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു നോർമൽ വീടിന്റെ ഒക്കെ പിക്ചർ കൊടുത്തിട്ട് അത് റിനോവേറ്റ് ചെയ്യുന്ന ഒരു സിസ്റ്റം ചെയ്ത് അതെ 2-3 ടൈപ്പ് ഓഫ് ഡിസൈൻ ഒക്കെ വെച്ചിട്ട് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ മെറ്റീരിയൽ ഒക്കെ കിട്ടുന്ന രീതിയിലാണ് ഞാൻ പ്രോംപ്റ്റ് കൊടുത്തത്. അത് ക്ലിയർ ആയിട്ടുണ്ട്. ഓക്കെ, ശരി. ചെയ്യാത്ത ആളുകൾ എന്ത് ചെയ്യാം, ഒന്ന് ചെയ്ത് നോക്കുക. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യാം. നമുക്ക് പല ടൂൾസും ChatGPTയിൽ തന്നെ ഒരുപാട് ഓപ്ഷൻസ് ഉണ്ട്. നിങ്ങൾ അതെല്ലാം ട്രൈ ഔട്ട് ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുള്ളൂ. മാക്സിമം പ്രാക്ടീസ് ചെയ്തിട്ട് തന്നെ ചെയ്യാം. തിയറി മാത്രം കേട്ട് പോയിട്ട് കാര്യമില്ല, നിങ്ങൾ ചെയ്യുമ്പോഴാണ് നിങ്ങൾക്ക് ഒരു ഐഡിയ കിട്ടുക. ഓക്കെ, യെസ്. ഇത് ചെയ്ത് നോക്കാത്ത ആരെങ്കിലും ഉണ്ടോ? എക്സ്പ്ലോർ GPT ക്രിയേറ്റ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എന്നാലും ഒരു ഹോംവർക്ക് ആയിട്ടാണ് തന്നിരുന്നത്. ചെയ്ത് നോക്കാത്ത എത്ര പേരുണ്ട് ക്ലാസ്സിൽ? എല്ലാരും ചെയ്ത് നോക്കി, അല്ലെങ്കിൽ ചെയ്ത് നോക്കണം? എന്താണ്, എല്ലാരും ചെയ്തോ? ഇപ്പോ ജോജി സർ ചെയ്തിരുന്നോ? ഹസീന മാഡം? ഞാൻ ചെയ്ത് നോക്കിയിരുന്നേ. ഞാൻ ഇപ്പൊ റിപ്ലൈ ചെയ്യാൻ പറ്റില്ല, ഞാൻ ഡ്രൈവ് ചെയ്യുവാണ്. ഞാൻ ജസ്റ്റ് കേൾക്കുന്നുള്ളേ. ഓക്കെ, കേട്ടോ? ശരി. ഓക്കെ, താങ്ക് യു.
ചെയ്തിരുന്നു. എഡ്യൂക്കേഷണൽ എന്ന് പറഞ്ഞിട്ടാ കൊടുത്തിരുന്നേ. അപ്പൊ ഞാൻ Okay. പറഞ്ഞിരുന്നല്ലോ, ഞാൻ പ്രീ പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അല്ല സോറി, പ്രൈമറി സ്കൂളിലെ ടീച്ചറാണ്. അപ്പൊ അതിന്റെ ബേസിൽ കുട്ടികൾക്കായുള്ള ഒരു ചെറിയ വർക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് പ്രൊജക്ട് ബേസിൽ നോക്കി നോക്കുമ്പോൾ അത് ചെയ്യാനും പറ്റി, കുഴപ്പമില്ല. Okay. Yes. Very good. Yes, Adil PM. Sorry. Adil PM ഇന്നലെ കേറിയിട്ടില്ല, ഫസ്റ്റ് ടൈം അല്ലേ? അതിൽ സർ ഫസ്റ്റ് ടൈം അല്ലേ, ഇന്നലെ കേറുന്ന? മൈക്ക് മ്യൂട്ട് ആണ് കേട്ടോ. യെസ്, പറഞ്ഞോളൂ. ഹലോ. എന്തായിരുന്നു? കേട്ടില്ല. ഇന്നലത്തെ ക്ലാസ് കേട്ടിരുന്നോ? കേട്ടു. ഓക്കെ, അതിൽ നമ്മൾ ഒരു എക്സ്പ്ലോർ GPT എന്നുള്ള ഓപ്ഷൻ പരിചയപ്പെടുത്തിയിരുന്നു. അത് ട്രൈ ഔട്ട് ചെയ്തിരുന്നോ? ട്രൈ ചെയ്തേ. GPT പ്രൊജക്ട്സും ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, ചെയ്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, വെരി ഗുഡ്. എന്നിട്ട് എന്ത് തോന്നി ചെയ്ത് നോക്കിയിട്ട് ഔട്ട്പുട്ട് കിട്ടിയോ? അല്ല, ഓൾറെഡി ഉണ്ട്. വേറെ കുറെ ഏജൻസ് ഉണ്ട്, വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ, ശരി. ഓക്കെ. യെസ്, നിങ്ങൾ എന്ത് ചെയ്യുന്നു ഇപ്പൊ? നിങ്ങളൊന്നും പരിചയപ്പെട്ടില്ല. സൗദിയിലാണ്. നമ്മളൊരു കമ്പനി നടത്താൻ ഇവിടെ, ഓക്കെ, ഫാബ്രിക്കേഷൻ കമ്പനി നടത്താം. ഓക്കെ, ശരി. ഓക്കെ. ഓക്കെ, താങ്ക് യു. യെസ്, ഓക്കെ. അപ്പൊ നമുക്ക് ഇന്നത്തെ അജണ്ടയിലോട്ട് പോവാം അല്ലെ? അപ്പൊ ഇന്നലെ ഞാൻ പറഞ്ഞത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക, എന്നാൽ മാത്രമേ നമുക്ക് നല്ല രീതിയിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് പോസ്റ്റർ ഡിസൈനിങ്ങിലോട്ട് വരാം. ഇന്നലെ നമുക്ക് ChatGPT എന്താണ്, അതിന്റെ ടൂളുകളൊക്കെ ഒന്ന് പരിചയപ്പെട്ടു. അതിൽ എക്സ്പ്ലോർ GPT ഒരു ബെസ്റ്റ് ടൂളാണ്. ഓക്കെ, യെസ്. അപ്പം നമുക്ക് പ്രോംപ്റ്റ് എഞ്ചിനീയറിംഗ് എന്താണെന്നുള്ളത് ആ ലെവലിൽ തുടങ്ങിയിട്ട് നമുക്കൊന്ന് വർക്ക്ഔട്ട് ചെയ്യാം. യെസ്. അപ്പോ ഇന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് നമുക്ക് പ്രാക്ടിക്കൽ സെഷൻ ആണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളിടത്താണ് നമുക്ക് ടൈപ്പ് ചെയ്യേണ്ട അല്ലെ, പ്രോംപ്റ്റ് കൊടുക്കേണ്ട സ്ഥലം അറിയാലോ അല്ലെ? അപ്പോൾ നമുക്ക് ആക്ച്വലി എന്താണ് ഇവിടെ സംഭവിക്കുന്നത് വെച്ചാൽ, നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് എന്ത് ചെയ്യുന്നത്, ChatGPT ഔട്ടായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇൻസ്ട്രക്ഷൻ ആണ് നമ്മൾ പ്രോംപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇപ്പൊ ബാഡ് പ്രോംപ്റ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ നമ്മൾ AI ഡസൻറ്റ് അണ്ടർസ്റ്റാൻഡ് ഡിസൈൻ, ഇറ്റ് അണ്ടർസ്റ്റാൻഡ് ഓൺലി ഇൻസ്ട്രക്ഷൻ എന്നുള്ളതാണ്. നമ്മൾ ഡിസൈന് AIക്ക് മനസ്സിലാവില്ല, പക്ഷെ നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ ആണ് ChatGPTക്ക് മനസ്സിലാവും, AI ടൂളിന് മനസ്സിലാവും നമ്മൾ കൊടുക്കുന്ന ഇൻസ്ട്രക്ഷൻ. അപ്പൊ ഇൻസ്ട്രക്ഷൻ എത്രത്തോളം പെർഫെക്റ്റ് ആവുന്നോ എത്രത്തോളം കറക്റ്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടും. ബാഡ് പ്രോംപ്റ്റ് ആണ് നിങ്ങൾ കൊടുക്കുന്നതെന്നുണ്ടെങ്കിൽ അഗ്ലി ഇമേജ്, നമുക്ക് വിചാരിച്ച രീതിയിലുള്ള ഇമേജ് നമുക്ക് കിട്ടൂല എന്നുള്ളതാണ്. അപ്പൊ നല്ല ഗുഡ് പ്രോംപ്റ്റ് കൊടുത്താൽ നല്ല പ്രീമിയം റിസൾട്ട് നമുക്ക് കിട്ടും. അതാണ് ബേസിക് തിങ്. നല്ലൊരു പ്രോംപ്റ്റ് കൊടുത്താൽ നല്ല ഉത്തരം കിട്ടും എന്നുള്ളത് മനസ്സിലാക്കുക. അപ്പൊ ഒരു ഇമേജ് ജനറേഷൻ ആണെന്നുണ്ടെങ്കിൽ ഏറ്റവും നല്ല പ്രോംപ്റ്റുകൾ കൊടുത്തു കഴിഞ്ഞാൽ ഏറ്റവും നല്ല രീതിയിലുള്ള റിസൾട്ട് നമുക്ക് കിട്ടും. ഇപ്പൊ ChatGPT ഒന്നുകൂടി അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ChatGPT 2.0 വേർഷൻ ആണ് ഇമേജ് ജനറേഷനിൽ വന്നിട്ടുണ്ട്. മലയാളം സപ്പോർട്ട് ചെയ്യും കേട്ടോ. പുതിയ ChatGPT അപ്ഗ്രേഡേഷനിൽ മലയാളം അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. മറ്റേ ജെമിനിയിൽ അടിപൊളിയായിട്ട് കിട്ടിയിരുന്നു, ChatGPT മലയാളം കറക്റ്റ് കിട്ടൂലായിരുന്നു. അപ്പൊ അതും കൂടി അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ എല്ലാവരും AI ടൂൾ എടുത്തെന്ന് വിചാരിക്കുന്നത് ഓപ്പൺ ആണ്. അപ്പൊ ഒരു കോഫി പോസ്റ്റർ, ഒരു ബാഡ് പ്രോംപ്റ്റിന്റെ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ, നോർമൽ ഒരു പ്രോംപ്റ്റ് ഞാൻ ഇവിടെ കൊടുക്കുകയാണ്, കോഫി പോസ്റ്റർ എന്ന് കൊടുക്കുകയാണെങ്കിൽ ഒരു കോഫിന്റെ ഒരു പോസ്റ്റർ വേണം എന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് ChatGPT തരുന്നത് നോക്കാം. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. കോഫി പോസ്റ്റർ ഒന്ന് ജസ്റ്റ് അടിച്ചപ്പോൾ എന്ത് വന്നു, കോഫിന്റെ കുറച്ചൊരു പിക്ചറും കാര്യങ്ങളൊക്കെ വന്നു. പോസ്റ്റർ കണ്ടന്റ്, ദിസ് ഈസ് സ്ട്രക്ചർ, ഹെഡ്ലൈൻ, വീഡിയോ, ഇത് തന്നെ നമുക്ക് ഇവിടെ കോഫി പോസ്റ്റർ എന്നുള്ളത് പോസ്റ്റർ എന്നടിച്ചിട്ട് ഈ പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ക്രിയേറ്റ് ഇമേജ് എന്നുള്ളൊരു ഐക്കൺ ഉണ്ട്. ഇത് അമർത്തി കഴിഞ്ഞാലാണ് നമുക്ക് എന്ത് ചെയ്യുക, ഇമേജ് കിട്ടുക. മറ്റേത് ടെക്സ്റ്റ് മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ ഇവിടെ ക്രിയേറ്റ് ഇമേജ് പ്ലസ് ഐക്കൺ അമർത്തിയിട്ട് ക്രിയേറ്റ് ഇമേജ് സെലക്ട് ചെയ്യുക. എന്നിട്ട് നമ്മൾ എന്ത് ഇൻസ്ട്രക്ഷൻ ആണ് കൊടുക്കുന്നത് അപ്പൊ അത് ഇമേജ് ആയിട്ട് വരും. ഓക്കെ, അപ്പോൾ കോഫി പോസ്റ്റർ എന്ന് അടിച്ചു, നമ്മൾ ഒരു ഇമേജ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്തു. അപ്പൊ നമുക്ക് വരുന്ന ഒരു ഇമേജ് എന്താണെന്നുള്ളത് നോക്കാം. ഓക്കെ, ChatGPT എന്താണ് റിസൾട്ട് തരുന്നത് നമുക്ക് നോക്കാം. യെസ്, അപ്പൊ നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കട്ടോ. സിമ്പിൾ ആണ്, ഒന്നുമില്ല. ChatGPT ജസ്റ്റ് ഒരു കോഫി പോസ്റ്റർ എന്ന് അടിച്ചു കഴിഞ്ഞാൽ എന്ത് റിസൾട്ടാ തരുന്നത് നോക്കാം. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാം, ഒന്നുകൂടി ബെറ്റർ ആക്കിയിട്ട് നമുക്ക് കൊടുക്കാം. ഇതൊരു ബാഡ് പ്രോംപ്റ്റിന് എക്സാമ്പിൾ ആണെന്ന് പറയാം. ഒരു കോഫി പോസ്റ്റർ എന്നുള്ള കോണ്ടസ്റ്റ് ഇല്ല, എന്ത് തരം കോഫിയാണെന്ന് പറഞ്ഞിട്ടില്ല, അതിന്റെ നാച്ചുറൽ എന്താണെന്ന് പറഞ്ഞിട്ടില്ല, അത് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടൊന്നും നമ്മൾ പറഞ്ഞിട്ടില്ല. ഓക്കെ,
ജസ്റ്റ് ഒരു സിമ്പിൾ വേർഡ് കൊടുത്ത് അതിന് ഉത്തരം നൽകുക. അപ്പോൾ ഇങ്ങനെ പ്രോംപ്റ്റ് കൊടുത്താൽ ഇങ്ങനത്തെ ഉത്തരേ കിട്ടുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കാം. അപ്പൊ എന്താണ് തരുന്നത് നമുക്ക് നോക്കാം. ഞാനിത് കാണിച്ചത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ഗുഡ് പ്രോംപ്റ്റ് ഉണ്ട്, ബാഡ് പ്രോംപ്റ്റ് ഉണ്ട്. അപ്പൊ ഇതൊരു ബാഡ് പ്രോംപ്റ്റിന്റെ എക്സാമ്പിൾ ആണ് ഇപ്പൊ ഞാൻ കാണിച്ചത്. കാരണം ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല, ജസ്റ്റ് ഒരു ആ വേർഡ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അതിന്റെ സാഹചര്യമോ അതിന്റെ നിറോ അതിന്റെ കളറോ അല്ലെങ്കിൽ അത് അതിന്റെ പ്ലേസോ അത് എവിടെ പ്ലേസ് ചെയ്യണം അതിന്റെ ആംഗിളോ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. ഇങ്ങനെ കൊടുക്കുന്ന പ്രോംപ്റ്റിനാണ് ബാഡ് പ്രോംപ്റ്റ് എന്ന് പറയാം. നേരെ മറിച്ച് ഈ കോഫി പോസ്റ്റർ എന്നുള്ള ഈ പ്രോംപ്റ്റ് നമ്മൾ ഒന്നും കൂടി ഉഷാറാക്കി ചെയ്തതാണ്. പ്രീമിയം കോഫി അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ ആണ് നമുക്ക് വേണ്ടത്. ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് വേണം, സിനിമാറ്റിക് ലൈറ്റിംഗ് വേണം, സ്റ്റീം റൈസിങ് അതിൽ നിന്ന് പുക ഇങ്ങനെ പൊന്തണം, കോഫി സെർവ് ചെയ്യുമ്പോൾ റിച്ച് ബ്രൗൺ ടോൺ വേണം. ഇങ്ങനെയൊക്കെ കൊടുത്ത് ഒന്ന് ഉഷാറാക്കിയിട്ട് അതിനെ അടിപൊളിയാക്കിയിട്ട് നമ്മൾ കൊടുക്കുകയാണ്. അതിന്റെ ആ പ്രോംപ്റ്റ് ഞാൻ ഇടാം, ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. നിങ്ങൾ ഒരു നോർമൽ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ടും ഒന്ന് അടിപൊളിയായിട്ട് സെറ്റ് ആക്കിയിട്ട് പ്രോംപ്റ്റ് വെച്ചാൽ എന്താ മാറ്റം എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാവും. ഞാൻ ഗ്രൂപ്പിൽ ഇടുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു ആക്ച്വൽ ഒരു നല്ലൊരു പ്രോംപ്റ്റ് എഴുതേണ്ട രീതി ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട് കേട്ടോ. പ്രീമിയം കോഫി അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ, ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട്, സിനിമാറ്റിക് ലൈറ്റിംഗ്, സ്റ്റീം റൈസിങ്, റിച്ച് ബ്രൗൺ ടോൺസ്, മിനിമൽ സ്റ്റൈൽ, ഹൈ ഡീറ്റെയിൽ 4K എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രോംപ്റ്റ് തന്നെ കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് എങ്ങനെയാണ് റിസൾട്ട് നൽകുന്നതെന്നും കൂടി നമുക്ക് നോക്കാം. നിങ്ങളൊന്ന് എന്ത് ചെയ്യാ, നിങ്ങളൊന്ന് ട്രൈ ഔട്ട് ചെയ്ത് നോക്കുക. ചെയ്യുന്നുണ്ടോ? ഞാൻ ഗ്രൂപ്പിൽ തന്നെ പ്രോംപ്റ്റ് ഇട്ടിട്ടുണ്ട്. ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങളൊന്ന് ഇമേജ് ജനറേറ്റ് ചെയ്ത് എല്ലാവരും ഒന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം. നോർമൽ ഒരു കോഫി പോസ്റ്റർ എന്ന് കൊടുത്തിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നതും ഈ ലെവലിൽ നമ്മൾ ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കൊടുത്തിട്ടുള്ള പോസ്റ്റർ എങ്ങനെ ജനറേറ്റ് ചെയ്യാന്നുള്ളത് നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് നോക്കാം. എന്താ റിസൾട്ട് എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവും. യെസ്, അപ്പൊ ജസ്റ്റ് ഒരു കോഫി പോസ്റ്റർ എന്ന് കൊടുത്തപ്പോൾ ChatGPT ജനറേറ്റ് ചെയ്ത് നിന്നിട്ടുള്ള ഒരു പോസ്റ്ററാണ്. ഇതന്നെ അടിപൊളിയാണ്, വേറെ കാര്യം പുതിയ അപ്ഡേഷൻ ഒക്കെ വന്നതുകൊണ്ട് തന്നെ. യെസ്, കോഫിന്റെ ഒരു പോസ്റ്ററാണ്. അതിൽ നമ്മൾ ഒരു കണ്ടന്റും കൊടുത്തിട്ട് ChatGPT തന്നെ മനസ്സിലാക്കിയിട്ട് പ്രീമിയം ബീൻസ് ഉണ്ട്, പെർഫെക്റ്റ്ലി ബ്രൂഡ് എന്നിട്ട് ഒരു പോസ്റ്റർ നമുക്ക് തന്നു. ഓക്കെ, ഇനി നമ്മൾ കൊടുക്കാൻ പോകുന്ന പ്രോംപ്റ്റ് എന്നുള്ളത് ഒന്നും കൂടി അടിപൊളിയാക്കിയിട്ടുള്ള ഈ പ്രോംപ്റ്റ് ഇതാണ് ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളത്. ഇത് വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം എന്താ മാറ്റം എന്നുള്ള അറിയാം. നോർമൽ പ്രോംപ്റ്റും ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റും തമ്മിലുള്ള മാറ്റം എന്താണ് എന്നുള്ളതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ജസ്റ്റ് ഞാൻ അടുത്ത് എന്ത് ചെയ്യാണ്, നേരത്തെ കൊടുത്തത് ജസ്റ്റ് കോഫി പോസ്റ്ററിനെ കൊടുത്തിട്ടുള്ളൂ. ഇപ്പം കൊടുക്കുന്ന പ്രീമിയം കോഫി അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ ആണ് വേണ്ടത്. അതിന്റെ ബാക്ക്ഗ്രൗണ്ട് ഡാർക്ക് ആയിരിക്കണം, സിനിമാറ്റിക് ലൈറ്റിംഗ് വേണം, സ്റ്റീം റൈസ് ചെയ്യുന്നത് വേണം, റിച്ച് ബ്രൗൺ ടോൺ, മിനിമൽ സ്റ്റൈൽ, ഹൈ ഡീറ്റെയിൽ 4K ആകണം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അത് വെച്ചിട്ട് ഇവിടെ പ്ലസ് ഐക്കൺ അമർത്തുക, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുക, എന്നിട്ട് നമുക്കൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം വാട്ട് ഈസ് ദ ഡിഫറൻസ് എന്നുള്ള നമുക്ക് മനസ്സിലാവും. ഇത് ആരൊക്കെ ചെയ്ത് നോക്കുന്നുണ്ട്, നിങ്ങൾക്ക് റിസൾട്ടുകൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്യാം. നോർമൽ പ്രോംപ്റ്റ് വെച്ചിട്ടും ഒരു ഗുഡ് പ്രോംപ്റ്റ് വെച്ചിട്ടും തമ്മിലുള്ള ഡിഫറൻസ് ചെയ്ത് നോക്കുന്നുണ്ടോ എല്ലാവരും? ഫോണിൽ ചെയ്താൽ മതി, ലാപ്പാണെങ്കിൽ ലാപ്പിൽ ചെയ്യാം. ചെയ്യുന്നുണ്ട്. റിസൾട്ടുകൾ എന്ത് ചെയ്യുക, ഗ്രൂപ്പിൽ ഒന്ന് നിങ്ങൾ ഷെയർ ചെയ്യാട്ടോ. അപ്പം കൂടെ കാണാൻ പറ്റും ഇവിടെ എന്താണ് അവിടെ നടക്കുന്ന മാറ്റം എന്നുള്ള ഇവിടെ ഇങ്ങനെ എഴുതി കാണിക്കുന്നുണ്ടാവും. പോളിഷിംഗ് ഡീറ്റെയിൽസ്, ഫിനിഷിംഗ് അപ്പ്, അതായത് ChatGPT-യിൽ നടക്കുന്ന വർക്ക് ഇവിടെ ഇങ്ങനെ അവിടെ എഴുതി കാണിക്കും. ആഡിങ് ഫൈനൽ ടച്ച് എന്നൊക്കെ പറഞ്ഞിട്ട്. നമുക്കൊന്ന് വെയിറ്റ് ചെയ്ത് നോക്കാം എന്താണ് മാറ്റം എന്നുള്ളത് അറിയാം. നോർമൽ ഒരു ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് കൊടുത്താലും ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്താലും തമ്മിലുള്ള മാറ്റം എന്താണെന്ന് കൃത്യമായിട്ട് ഇതിലേക്ക് മനസ്സിലാവും. യെസ്, കണ്ടോ, രണ്ടു തരം ഇമേജ് നമുക്ക് ജനറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇമേജ് 1 ഈസ് ബെറ്റർ, ഇമേജ് 2 ഈസ് ബെറ്റർ. ഇത് നമുക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഇത് ഒന്നുകൂടി അടിപൊളിയായിട്ട് നമുക്ക് ജനറേറ്റ് ചെയ്ത് തന്നു. ഇതാണോ ബെറ്റർ, ഫസ്റ്റ് കൊടുത്താണോ ബെറ്റർ, നിങ്ങൾക്ക് ഏത് ഇഷ്ടമായി? പ്യൂർ റിച്ച് അൺഫോർഗറ്റബിൾ, യെസ്, അടിപൊളി പോസ്റ്ററാണ്. ഇതാരാ, ഇയർ ഷബീർ അല്ലെ. ഇത് ഏത് പ്രോംപ്റ്റ്, നോർമൽ പ്രോംപ്റ്റ് ആണോ ഇപ്പൊ ഞാൻ തന്ന പ്രോംപ്റ്റ് ആണോ? അല്ല, സാറ് തന്ന പ്രോംപ്റ്റിനായിട്ട്. ഒരാൾ, എല്ലാവരും ചെയ്യുന്നില്ലേ? എല്ലാവരും ഷെയർ ചെയ്യട്ടോ ഗ്രൂപ്പില്. അപ്പൊ ഇതിൽ എന്തുണ്ട്, ഒന്നും കൂടി
നമ്മൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഒന്നുകൂടി ഹൈലൈറ്റ് ചെയ്തിട്ട് നമുക്ക് തന്നിട്ടുണ്ട്. പ്യൂർ റിച്ച് അൺഫോർഗറ്റബിൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവിടെ തന്നിട്ടുണ്ട്. ബാക്കിയുള്ള ആളുകളൊക്കെ ഒന്ന് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യാം. അപ്പൊ നിങ്ങൾക്ക് ഇത് എന്ത് മനസ്സിലാക്കാൻ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പ്രോംപ്റ്റ് അടിപൊളിയാൽ റിസൾട്ട് അടിപൊളിയാവും. ശരിക്കും പറഞ്ഞാൽ അത്രേ ഉള്ളൂ. ക്രാഫ്റ്റ് ടു പെർഫെക്ഷൻ എന്നൊക്കെ വന്നിട്ടുണ്ട്, അരോമ എന്നൊക്കെ വന്നിട്ട് വന്നിട്ടുണ്ട്. അടുത്ത ആള് കോഫി. എ ഗുഡ് ഡേ സ്റ്റാർട്ട് വിത്ത് എ കോഫി. ഷാഹുൽ സക്കാഫി അല്ലേ? ഓക്കെ. ഇപ്പൊ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം നമ്മളെ കുറെ അപ്ഡേറ്റഡ് ആയിട്ടോ. അപ്പോ ഇതില് ഇപ്പൊ നോർമൽ ജസ്റ്റ് ഒരു പ്രോംപ്റ്റ് എടുത്തപ്പോഴും കിട്ടിയ റിസൾട്ട് അടിപൊളിയാണ്, നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ പ്രോംപ്റ്റിലൂടെ നമുക്ക് എത്രത്തോളം ബെറ്റർ ആക്കിയാൽ ഇതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടും നിങ്ങൾ മനസ്സിലാക്കുക. യെസ്, ഇത് ദാനന്ദ് ഷിരൂഖ് അല്ലേ? നിങ്ങളിത് നോർമൽ പ്രോംപ്റ്റ് ആണോ അതോ ഡീറ്റെയിൽഡ് പ്രോംപ്റ്റ് ആണോ നിങ്ങൾ ഉപയോഗിച്ചത്? ദാനന്ദ് ഷിരൂഖ് നോർമലാണ്, മൊബൈലിലായതുകൊണ്ടാണ് അങ്ങനെ ഡീറ്റെയിൽ കിട്ടാത്ത. അല്ല, മറ്റേ പ്രോംപ്റ്റ് ഉപയോഗിച്ചു നോക്ക്, രണ്ടാമത്തെ പ്രോംപ്റ്റ് യൂസ് ചെയ്ത് നോക്കും നിങ്ങൾ. ഓക്കെ ഓക്കെ. നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ ചില ആളുകൾ ചെയ്യുമ്പോൾ അടിപൊളിയായിട്ട് കിട്ടും, ചില ആളുകൾ ചെയ്യുമ്പോൾ സാറ് ഡീറ്റെയിൽ ആയിട്ടുള്ള തന്നെയാണ് ഇപ്പൊ ഗ്രൂപ്പിൽ ഇട്ടത്. നോർമല് ഇത്രയും ഗുമ്മില്ല. ഇല്ല. അപ്പൊ അതിന്റെ മാറ്റം നിങ്ങൾക്ക് മനസ്സിലായല്ലോ. അപ്പൊ ഇതില് പല ആളുകളും എല്ലാരും ഉപയോഗിച്ച സെയിം പ്രോംപ്റ്റാ, പക്ഷെ എല്ലാവർക്കും വ്യത്യസ്തമായിട്ടുള്ള റിസൾട്ടാ കിട്ടിയ അല്ലേ? ഇതില് പെയ്ഡ് വേർഷനിലും ഫ്രീ വേർഷനിലും റിസൾട്ട് വ്യത്യാസം വരുമോ? യെസ്, വ്യത്യാസം വരും. അതും മാറ്റുണ്ട്. പെയ്ഡ് വേർഷനിലാകുമ്പോൾ ഒന്നും കൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും. ഓക്കെ. ഇതിലാരും പെയ്ഡ് ഉപയോഗിക്കുന്നുണ്ടോ? നിങ്ങളുടെ പേരെന്താ? ധാരാളം നിങ്ങളെ ഗ്രൂപ്പിൽ ഇട്ടോ? ഫസ്റ്റ് ഇട്ടാ. അതും ബാക്കിയുള്ള തമ്മിലുള്ള മാറ്റം നിങ്ങൾക്ക് തന്നെ അറിയാൻ പറ്റും. ഹലോ, നിങ്ങള് പ്രോ വെർഷൻ ആണോ അതോ ഉപയോഗിക്കുന്നത് പെയ്ഡ് വെർഷൻ ആണോ? നോർമൽ തന്നെ. രണ്ടാമത് അയച്ചതാണ് സാറ് തന്ന പ്രോംപ്റ്റ് എടുത്തത്. അപ്പം പെയ്ഡ് വെർഷൻ ആകുമ്പോൾ ഒന്നുകൂടി ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവും, പക്ഷെ നോർമലിലും നല്ല അടിപൊളിയായിട്ട് കിട്ടുന്നുണ്ട്. ചിലതൊക്കെ ഓക്കെ ഡിഫറൻസ് ആണ്. അപ്പൊ നിങ്ങൾ ഇത് ഞാൻ കാണിച്ചു എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ് പ്രോംപ്റ്റിങ്ങിന്റെ മാറ്റം എന്നുള്ളതാണ്. നോർമൽ ആവുമ്പോൾ ചില ആൾക്ക് നല്ല മാറ്റം, സ്ഥിരമായിട്ട് നമ്മളെ GPT ഉപയോഗിക്കുന്ന ആളാണെങ്കിൽ നല്ല ബെറ്റർ റിസൾട്ട് കിട്ടും. സ്ഥിരം ഉപയോഗിക്കാത്ത ആളാകുമ്പോൾ അതിന്റെ മാറ്റം പെട്ടെന്ന് അറിയാൻ പറ്റും. ഓക്കെ. അപ്പൊ ട്രെയിൻ ചെയ്തിട്ടുള്ള നമ്മൾ പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് അത് ChatGPTക്ക് കൊടുത്തിട്ട് നല്ല രീതിയിൽ അത് റീഫ്രൈസ് ചെയ്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അതിനേക്കാൾ നന്നായി കിട്ടും അല്ലേ? യെസ്, തീർച്ചയായിട്ടും കിട്ടും. നമുക്ക് പ്രോംപ്റ്റ് ആക്ച്വലി നല്ലൊരു പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതിന് എല്ലാ കോണ്ടസ്റ്റും വേണം എന്നുള്ളതാണ്. ഞാൻ അതിന്റെ ഒരു സ്ട്രക്ചർ പറഞ്ഞുതരാം. കറക്റ്റ് എങ്ങനെ ഒരു പ്രോംപ്റ്റ് നിങ്ങൾ കൊടുക്കണം എന്നുള്ളതിന്റെ ഞാൻ ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. യെസ്. അപ്പൊ ഒരു 5 സ്റ്റെപ്പാണ് നല്ലൊരു പ്രോംപ്റ്റിന് നിങ്ങൾ നോക്കേണ്ടത്. അത് നല്ലൊരു സബ്ജക്റ്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇവിടെ കോഫിയാണ് സബ്ജക്റ്റ് അല്ലേ? അതിന്റെ ലുക്ക്, ഹൗ ഇറ്റ് ലുക്സ്, സ്റ്റൈലിംഗ്, പിന്നെ ലൈറ്റിങ്, അതിന് എന്ത് തരത്തിൽ ലൈറ്റിംഗ് ആണ് വരേണ്ടത്. 4 കളർ, കളർ എന്താണ്, എങ്ങനെ, ഹൗ ഇറ്റ് ഫീൽ. പിന്നെ 5 ക്വാളിറ്റി, അതിന്റെ ഫിനിഷ് എങ്ങനെ ആയിരിക്കണം എന്നുള്ളതാണ്. അപ്പൊ അതിന് ഇത് വെച്ചിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ആ പ്രോംപ്റ്റ് ഒന്ന് നോക്കാം. അപ്പം പ്രീമിയം കോഫി അഡ്വർടൈസ്മെന്റ് പോസ്റ്റർ ആണ്. അതിന്റെ ബാക്ക് കളർ പറഞ്ഞിട്ട് ഡാർക്ക് ബാക്ക്ഗ്രൗണ്ട് ആണ്. ലൈറ്റിംഗ് പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഹൗ ഇറ്റ് ഫീൽ, സ്റ്റീം എന്ത് ചെയ്യണം, സ്റ്റീം റേസ് ചെയ്യണം. വിച്ച് ബ്രൗൺ ടോൺസ്, മിനിമൽ സ്റ്റൈൽ, ഹൈ ഡീറ്റെയിൽ, 4K ആണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അതൊരു കംപ്ലീറ്റ് പ്രോംപ്റ്റ് ആണ്. ഓക്കെ. അപ്പൊ ഈ 5 ക്വാളിറ്റി ഉള്ള ഒരു പ്രോംപ്റ്റിനെയാണ് നമ്മൾ ഒരു ഗുഡ് പ്രോംപ്റ്റ് എന്ന് പറയാം. ഓക്കെ. അപ്പൊ നിങ്ങൾ ഈ ഫോർമാറ്റിലാണ് നിങ്ങൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രോംപ്റ്റ് ഉണ്ടാക്കാന്നുണ്ടെങ്കിൽ, എഴുതുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല റിസൾട്ട് കിട്ടും എന്നുള്ളതാണ് പറയപ്പെടുന്നത്. ഓക്കെ. 4K എന്ന് പറഞ്ഞാൽ എന്താണ്? വീഡിയോന്റെ ക്വാളിറ്റി, HD എന്നൊക്കെ പറയില്ലേ? അപ്പൊ അത് കുറഞ്ഞ 2 ആണെങ്കിൽ HD താഴോട്ട് പോവോ? 4K അങ്ങനെയല്ല. 4K ക്വാളിറ്റി 180 പിക്സൽ എന്നൊക്കെ പറയില്ല നമ്മള്. പിക്സൽ ഫോർമാറ്റ് ആണ്. HD ക്വാളിറ്റി എന്നൊക്കെ പറഞ്ഞാൽ മതി. 4K 2K 4K ആണ് ഹൈ ക്വാളിറ്റി എന്ന് പറയുന്നത്. ഓക്കെ.
അപ്പൊ അതിനൊരു എക്സാമ്പിൾ ഞാൻ വേണമെങ്കിൽ ആ ലെവലിൽ ഏതൊരു പ്രോംപ്റ്റ് കൃത്യമായിട്ട് വേണമെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാം. കോഫി പോസ്റ്റർ. ക്ലാരിറ്റി കുറയല്ലേ? യെസ്, അതെ അതെ, ക്ലിക്കാകുമ്പോൾ ക്ലാരിറ്റി കുറയും. അപ്പൊ ഇതിൽ ഒരു എക്സാമ്പിൾ കോഫി പോസ്റ്റർ എന്നുള്ളത് കൊടുത്തു. അതാണ് സബ്ജക്റ്റ്. മിനിമൽ ലക്ഷറി സ്റ്റൈൽ, അതിന്റെ സ്റ്റൈൽ എങ്ങനെ, ലുക്ക് എങ്ങനെ ലക്ഷറി സ്റ്റൈൽ വേണം എന്ന് കൊടുത്തിട്ടുണ്ട്. ലൈറ്റിംഗ് കൊടുത്തിട്ടുണ്ട്, സോഫ്റ്റ് സിനിമാറ്റിക് ലൈറ്റിംഗ്, ബ്രൗൺ ആൻഡ് ഗോൾഡൻ ടോൺ, അതിന്റെ കളർ 4K എന്നതിന്റെ ക്വാളിറ്റി. അപ്പൊ ഈ ലെവലിലുള്ള പ്രോംപ്റ്റിനെയാണ് നല്ലൊരു പ്രോംപ്റ്റ് എന്ന് നമ്മൾ പറയാം. കൺസെപ്റ്റ് മനസ്സിലായല്ലോ എല്ലാവർക്കും? ഗ്രൂപ്പ് നോക്കുന്നുണ്ട് വിചാരിക്കുന്നു. എനിക്ക് വേറൊരു സംശയം, നമ്മൾ എന്തെങ്കിലും ഒരു മാത്സ് ChatGPT ത്രൂ ഉണ്ടാക്കി കഴിഞ്ഞാല് അത് വേറൊരാൾക്ക് അയച്ചു കൊടുത്തു എന്ന് വിചാരിച്ചോ, അയാൾക്ക് അത് ഫൈൻഡ് ഔട്ട് ചെയ്യാൻ പറ്റുമോ? ഇത് എവിടുന്ന് ChatGPT ആണോ അതല്ല സെൽഫ് ക്രിയേഷൻ ആണോ എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റുമോ ChatGPTയോട് ചോദിച്ചിട്ട്? AI ജനറേറ്റ് ചെയ്ത് AIക്ക് മനസ്സിലാവും. ഓക്കെ, മനസ്സിലാവും. അപ്പൊ മനസ്സിലാകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനും AI ടൂളുകൾ വേറുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾക്കിപ്പോ പല കമ്പനികളും നമ്മൾ പ്രസന്റേഷൻ ഉണ്ടാക്കാൻ പറയുമ്പോഴൊക്കെ AI വെച്ചിട്ടാണോ അല്ലേ എന്നുള്ളതൊക്കെ അനലൈസ് ചെയ്യും. ഇപ്പൊ ഈ പിന്നെ ഫേസ്ബുക്കിൽ മറ്റൊക്കെ ഒരുപാട് വീഡിയോ AI വീഡിയോ ഉണ്ടല്ലോ, ഒറിജിനലിനെ വെല്ലുന്ന ക്ലാരിറ്റിയും ക്വാളിറ്റിയും ഒക്കെ ഉള്ള, അതൊക്കെ തിരിച്ചറിയാൻ പറ്റും അങ്ങനെ ടൂൾ വെച്ച്? അറിയാൻ പറ്റും. ഓക്കെ ഓക്കെ, AIക്ക് അതിനെ മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, പക്ഷെ മനുഷ്യന്മാർക്കാണ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഈ പറഞ്ഞ ഫോർമാറ്റിലുള്ള ഒന്നും കൂടി നല്ലൊരു കമ്പൈൻ ചെയ്തുള്ള ഒരു പ്രോംപ്റ്റ് എനിക്ക് തരാം. അത് വെച്ചിട്ട് നിങ്ങൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നേരത്തെ പ്രോംപ്റ്റിന് ചെറിയ മാറ്റം ഉണ്ട്. എന്താ മാറ്റം എന്നുള്ളത് ഗ്രൂപ്പിൽ ഇട്ടാ ഞങ്ങള് പ്രോംപ്റ്റ് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. അത് വെച്ചിട്ടൊന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കുക എല്ലാവരും. യെസ്, ഈ പ്രോംപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പറഞ്ഞു ഒരു 5 ക്വാളിറ്റിയാണ് നല്ലൊരു പ്രോംപ്റ്റിന് വേണ്ടത്. അത് സബ്ജക്റ്റ് വേണം, അതിന്റെ സ്റ്റൈൽ വേണം, ലൈറ്റിംഗ് വേണം, കളർ വേണം, ക്വാളിറ്റി വേണം. ഇതെല്ലാം വരുമ്പോഴാണ് ഒരു പോസ്റ്റർ അടിപൊളിയാകുക, അല്ലെങ്കിൽ ഒരു ഇമേജ് അടിപൊളിയാകുക എന്നുള്ള. അത് വെച്ചിട്ടൊരു എക്സാമ്പിൾ നമ്മൾ പറഞ്ഞു. ഒരു കോഫി പോസ്റ്റർ വെച്ചിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞു. കോഫി പോസ്റ്റർ എന്നുള്ളതാണ് സബ്ജക്റ്റ്, അതിന്റെ സ്റ്റൈൽ എങ്ങനെ വേണം എന്നുള്ളത് പറഞ്ഞു. സോഫ്റ്റ് സിനിമാറ്റിക് ലൈറ്റിംഗ്, ഈ കാര്യങ്ങൾ. അപ്പൊ അത് വെച്ചിട്ടൊരു കംപ്ലീറ്റ് ഒരു പ്രോംപ്റ്റ് ഞാൻ തന്നു. അത് വെച്ചിട്ട് നമുക്കൊന്ന് ഉണ്ടാക്കി നോക്കാം. അപ്പൊ അത് വെച്ചിട്ട് ഞാൻ ഇവിടെ കൊടുത്തു, പ്രോംപ്റ്റ് കൊടുത്തു, പ്ലസ് ഐക്കൺ അമർത്തി ക്രിയേറ്റ് ഇമേജ് കൊടുത്തു. അപ്പൊ എന്താണ് ഉണ്ടാകുന്നുള്ള ഔട്ട്പുട്ട്. ഇപ്പൊ നിങ്ങൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഗ്രൂപ്പിൽ ഷെയർ ചെയ്യട്ടോ. ചെയ്യുന്ന ആളുകളൊക്കെ ഷെയർ ചെയ്യണം, ചെയ്യാത്ത ആളുകൾ ചെയ്യുന്നില്ല എന്നുള്ളതാണ് മനസ്സിലാകുന്നത്. ഹസീന മാഡം ഒന്നും ഷെയർ ചെയ്തിട്ടില്ല കേട്ടോ. ചെയ്ത് നോക്കാം. സോറി, ലാസ്റ്റ് പറഞ്ഞത് കേട്ടില്ല, ഞാൻ വേറെ തിരക്കിലായിരുന്നു, ഓഫീസിലുള്ളത്. ഓക്കെ, ഞാൻ പുതിയൊരു പ്രോംപ്റ്റ് നൽകിയിട്ടുണ്ട്, ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ചെയ്യാട്ടോ, ഒത്തിരി തിരക്കുള്ള. ഓക്കെ. കാണുന്നുണ്ട് നമുക്ക് സാറേ. ഇപ്പൊ 3 സ്റ്റെപ്പ് ആയിട്ടല്ലേ സാർ ഇതിലിട്ട് 1 2 3 4 5ന്റെ അത് ഒരു വിൻഡോ, പിന്നെ അടിയിൽ കോഫി പോസ്റ്റർ സബ്ജക്ട് എന്നുള്ള ഒരു സംഭവം, മിനിമം ലക്ഷറി കോഫി, അത് 3 നമ്മൾ പോസ്റ്റ് ചെയ്യണം. അല്ല, ലാസ്റ്റത്തതാണ് ആക്ച്വൽ പ്രോംപ്റ്റ്. അതിന്റെ രീതികൾ ഞാൻ കാണിച്ചെന്നാ. ഒരു പ്രോംപ്റ്റ്, ഒരു ലാസ്റ്റത്തെ പ്രോംപ്റ്റ് ആണ് ഒറിജിനൽ പ്രോംപ്റ്റ്. അത് 5 ക്വാളിറ്റി പോസ്റ്റ് ചെയ്താൽ മതി അല്ലേ? അതെ, 5 ക്വാളിറ്റി വേണം എന്നുള്ളതാണ് ഞാൻ പറഞ്ഞത്. അപ്പൊ ഈ 5 ഇത് വെച്ചല്ലേ ഇപ്പൊ നമ്മൾ ഉണ്ടാക്കിയത് തന്നെയല്ലേ സംഭവം? അല്ല, ഉണ്ടാക്കിയത് ഇതുപോലെ ഇപ്പൊ ഉണ്ടാക്കിയത് ഒരു പ്രോംപ്റ്റ് തന്നെയാണ്. അപ്പൊ അതിനേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ ആണ്. ഇതിന്റെ കണ്ടന്റ് മാറ്റിയല്ലേ? അതെ, കണ്ടന്റ് മാറ്റി. ഈ പറഞ്ഞ 5 ക്വാളിറ്റി കറക്റ്റ് ഉള്ള ഒരു കമ്പൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഇപ്പം തന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ റിസൾട്ട് ഒന്നും കൂടി പ്രീമിയം ആയില്ലേ, ഒന്നും കൂടി ഒരു ലുക്ക് ഉണ്ട് അല്ലെ? നേരത്തേക്കാളും ഒന്നും കൂടി ബെറ്റർ ആയിട്ടുള്ള ഒരു ഇമേജ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമുക്ക് ഈ ഫ്രീ വോയിസ് ഉപയോഗിക്കുന്നതുകൊണ്ട് കുറച്ച് കിട്ടാനുള്ള ചാൻസ് ഉണ്ടാവുള്ളൂ എടുക്കാൻ. അതിന് സൊല്യൂഷൻ ഉണ്ട്, ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടാനുള്ള ടൂൾ അവൈലബിൾ ആണ്. ഞാൻ കാണിച്ചു തരാം. യെസ്, ഇപ്പൊ ChatGPT യൂസ് ചെയ്യുന്ന ലിമിറ്റേഷനിലെ ആളുകൾക്ക് വേണ്ടിയിട്ട് ഞാൻ വേറെ ടൂൾ പരിചയപ്പെടുത്തി തരാം. സാർ ഇന്നലെ പറഞ്ഞിരുന്നല്ലേ ഇന്ത്യക്കാർക്ക് 1 വർഷം ഫ്രീ കിട്ടുന്നുണ്ടെന്ന്, ആ സംഭവം കഴിഞ്ഞ പീരീഡ്? ChatGPT തീർന്നിട്ടുണ്ട്. തീർന്നല്ലേ? ഗോർണർ വെർഷൻ ആയിരുന്നു.
അതിൽ ഒരു ലിങ്ക് ആണ് ഷെയർ ചെയ്തിട്ടുള്ളത് അല്ലേ? യെസ്, നിങ്ങൾ ഗൂഗിളിൽ പോയിട്ട് ChatGPT ലിമിറ്റേഷൻ ഫ്രീ ആയിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് കിട്ടാനുള്ള ഓപ്ഷൻ ഗൂഗിളിന്റെ ഫ്ലോ എന്ന ടൂൾ ഉണ്ട്. നിങ്ങൾ ക്രോമിൽ പോയിട്ട് ഫ്ലോ എന്ന് അടിക്കുക. അത് ഫ്ലോ ലാബ്സ് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫ്ലോ AI എന്ന് അടിച്ചാലും മതി, ഫ്ലോ ലാബ്സ് എന്ന് അടിച്ചാൽ മതി കേട്ടോ. നോർമൽ അടിച്ചാൽ വരുന്നതല്ല. സ്ക്രീനിൽ നിങ്ങൾ എല്ലാവരും നോക്കുക. അപ്പൊ ഗൂഗിൾ ലാബ്സ് പറഞ്ഞ ഒരു ടൂൾ ഉണ്ട്. അതിൽ ഫ്ലോ എന്നുള്ളതും കാണാൻ പറ്റും. അതിൽ ക്രിയേറ്റ് ചെയ്തിട്ട് വണ്ടർഫുൾ ആണ്, അടിപൊളിയായിട്ടുണ്ട്. ആ ലിങ്ക് വന്ന് ഗ്രൂപ്പിൽ ഇട്ടോ കേട്ടോ. യെസ്, ഓക്കെ. ഇതൊരു ആപ്പ് അല്ലേ ഫ്ലോ? ഒരു വെബ്സൈറ്റ് ആണ്, അതിന് ആപ്പ് ഇല്ല. ആപ്പ് ഇല്ല എന്നാണ് അല്ല, VN യൂസ് ചെയ്യുന്ന സമയത്തെ VNന്റെ അടിയിലെ ഫ്ലോ എന്ന് കാണാറുണ്ട്, അതാ ചോദിച്ചേ. ആ ഫ്ലോ അല്ല, ഇത് വേറെ ഫ്ലോ ആണ്. ഓക്കെ, അതൊന്നും മാറ്റണ്ട. ആരെ പേയ്മെന്റിന്റെ കാര്യം ആരോ പറഞ്ഞ എന്താണ്? ഞാനൊരു ലിങ്ക് ഷെയർ ചെയ്തിട്ടുണ്ട്. ഈ ലിങ്ക് അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. ഗൂഗിളിന്റെ ജെമിനിയാണ്. ജെമിനിക്ക് ഉള്ള ആളുകൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. പക്ഷെ ജെമിനിന്റെ വേറൊരു വെർഷൻ ആണ്, ഗൂഗിളിന്റെ തന്നെയാണ്, സെയിം ടൂളാണ്. യെസ്, ഫ്ലോ എന്ന് പറഞ്ഞാൽ ഇതാണ്. ഇത് കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കാണാൻ പറ്റും. ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് കാണാൻ പറ്റും. ഇതൊന്ന് ട്രൈ ഔട്ട് ചെയ്യാം കേട്ടോ. ഇപ്പോൾ ChatGPT യൂസ് ചെയ്യുന്ന ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം, പ്രീമിയം ആളുകൾക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പൊ ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്നുള്ള ഓപ്ഷൻ ഉണ്ട്. അത് എന്തിനുള്ള ഒന്നുകൂടെ പറഞ്ഞേ സാറേ? ഇപ്പൊ ChatGPT പ്രോ വെർഷൻ എടുത്ത ആളുകൾക്കാണ് അൺലിമിറ്റഡ് ഒരുപാട് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റുക. അപ്പൊ ലിമിറ്റേഷൻ ആളുകൾക്ക് നമുക്ക് ഗൂഗിളിന്റെ ഫ്ലോ എന്ന ടൂൾ ഉപയോഗിക്കാം. അപ്പൊ അതിൽ അൺലിമിറ്റഡ് ആയിട്ട് ഫ്രീ ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പൊ നമ്മളെ ഈ ഫ്രീ വെർഷനിൽ ഒരു 5 എണ്ണൊക്കെ എന്ന് ഉണ്ടാക്കാൻ പറ്റുള്ളൂ അല്ലേ? യെസ്, അത്രേ പറ്റുന്നുള്ളൂ. അപ്പൊ നമ്മള് നിങ്ങളെ ഈ ക്ലാസ് കഴിഞ്ഞിട്ട് പിന്നെ എക്സ്പീരിയൻസിന് വേണ്ടി ചെയ്യാൻ പറ്റില്ല, ഹോംവർക്ക് ചെയ്യാൻ പറ്റില്ല ഇത് വെച്ചിട്ടല്ലേ? 24 മണിക്കൂർ കഴിയണം തോന്നുന്നു അല്ലേ? ഓക്കെ ഓക്കെ ഓക്കെ. ആ ഫ്ലോ എങ്ങനെ യൂസ് ചെയ്യാന്നുള്ളതെന്ന് പറഞ്ഞുതരോ? അതാണ് ഇപ്പൊ ഞാൻ ഓപ്പൺ ചെയ്തിട്ടുള്ളത്. അപ്പൊ നിങ്ങളത് ആ ലിങ്ക് ക്ലിക്ക് ചെയ്താൽ ഇങ്ങനെ ഒരു ഹോമിലോട്ട് പേജിലോട്ടാ പോവാ. ഇതെടുത്തോ? എടുത്തിട്ടുണ്ടോ? ഇപ്പൊ ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്നുള്ളത് ക്ലിക്ക് ചെയ്യാം. യെസ്, ഷബീർ സർ ഉണ്ടാക്കി അടിപൊളിയായിട്ടുണ്ട്. അപ്പൊ ആ പ്രോംപ്റ്റിന്റെ ഒരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. നോർമലും ഈ പ്രോംപ്റ്റ് ഒന്നുകൂടി ബെറ്റർ ആയതിന്റെ ഒരു ക്വാളിറ്റി അതിൽ കാണാൻ പറ്റുന്നുണ്ട് അല്ലെ? അതെ 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 അതെ. യെസ്, അപ്പൊ ആ ലിങ്കിൽ കയറി കഴിഞ്ഞാൽ ഫ്ലോ പറഞ്ഞാൽ ഈ ടൂള് കാണാൻ പറ്റും. ഇതിൽ ക്രിയേറ്റ് വിത്ത് ഫ്ലോ എന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇങ്ങനെ ഒരു പേജിലോട്ടാണ് വരിക. നിങ്ങൾ ഇമെയിൽ ഐ ഡി വെച്ച് ലോഗിൻ ചെയ്യേണ്ടി വരും. ഓക്കെ, ഏത് ഇമെയിൽ ഐ ഡി ആണ് യൂസ് ചെയ്യുന്നത് സെലക്ട് ചെയ്യുക. ക്രിയേറ്റ് വിത്ത് ഫ്ലോ. യെസ്, ക്രിയേറ്റ് വിത്ത് ഫ്ലോ ഇത് സെലക്ട് ചെയ്യാം. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇമെയിൽ ഐ ഡി ചൂസ് ചെയ്യാനാണ് വരിക. നിങ്ങളെ ഏത് അക്കൗണ്ട് ആണോ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു ചോദ്യം ചോദിക്കും, എക്സ്പീരിയൻസ് ആൻഡ് ഷേപ്പ് AI ടൂൾ ഫോർ ക്രിയേറ്റിവിറ്റി. ഐ വുഡ് ലൈക്ക് ടു റിസീവ് മാർക്കറ്റിംഗ് മെയിൽസ്, ഐ വുഡ് ലൈക്ക് ടു റിസീവ് റിസർച്ച് ഇൻവിറ്റേഷൻ. ഇതൊക്കെ വേണമെങ്കിൽ ക്ലിക്ക് ചെയ്ത് കൊടുക്കാം, വേണമെങ്കിൽ ചെയ്താൽ മതി. അതായത് ഫ്ലോന്റെ ഓരോ മെയിലും കാര്യങ്ങളൊക്കെ വരുമ്പോൾ നിങ്ങളെ നോട്ടിഫൈ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നെക്സ്റ്റ് കൊടുക്കാം, കണ്ടിന്യൂ കൊടുക്കാം. ഓക്കെ, താഴോട്ട് നിങ്ങൾ സ്ക്രോൾ ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ കണ്ടിന്യൂ കൊടുക്കാൻ പറ്റും. യെസ്, അപ്പൊ ഇത് പ്രോ വെർഷൻ അല്ല, അത് ഫ്ലോന്റെ നോർമൽ ബേസിക് വെർഷൻ ആണ് ഇട്ടത്. അപ്പൊ ഇതിൽ അൺലിമിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ഇമേജ് ജനറേറ്റ് ചെയ്യാൻ പറ്റും. നാനോ ബനാന 2 എന്നുള്ള ടൂളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. ജെമിനിയുടെ ഒക്കെ ടൂൾ തന്നെയാണ്. ഇതിൽ ന്യൂ പ്രൊജക്ട് കിട്ടും. ഇതിലായിരിക്കും ഡൗട്ട് ഉണ്ടോ ചെയ്യുന്നതിൽ? ക്ലിയർ അല്ലേ? ഇതിൽ ന്യൂ പ്രൊജക്ട് ക്ലിക്ക് ചെയ്യാം. ഓക്കെ, സ്റ്റാർട്ട് ക്രിയേറ്റിംഗ് വിത്ത് സാമ്പിൾ പ്രോംപ്റ്റ് ഓർ മേക്ക് യുവർ ഓൺ ബിലോ എന്ന് പറഞ്ഞിട്ടുണ്ട്. സാമ്പിൾ പ്രോംപ്റ്റ് വെച്ചിട്ട് നിങ്ങൾക്ക് ട്രൈ ഔട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റും താഴെ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്. ChatGPT പോലെ ഇവിടെ പ്ലസ് ഐക്കൺ ഉണ്ട്. നിങ്ങൾക്ക് ഇവിടെ പ്രോംപ്റ്റ് അടിച്ചു കൊടുക്കാം. ഇവിടെ നാനോ ബനാന പ്രോ എന്നുള്ള ഒരു വെർഷനാണ്. നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണ് വേണ്ടതെന്നുള്ളതും ഇതിൽ വീഡിയോ അടക്കം കാണിക്കുന്നു കേട്ടോ. വീഡിയോ ജനറേറ്റ് ചെയ്യാൻ ക്രെഡിറ്റ് വേണം. ഓക്കെ,
നാനോ ബനാന 2 ഇയർ എന്നുള്ള അതാ കാണിക്കുന്നത്. യെസ്, അതെ അതെ അതെ. ന്യൂ പ്രൊജക്റ്റിലാ നമ്മള് യെസ്, ന്യൂ പ്രൊജക്ട്. എന്താ പറഞ്ഞത്? വീഡിയോ ജനറേറ്റ് ചെയ്യാൻ വീഡിയോ ജനറേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ക്രെഡിറ്റ് വേണം. ഇതിലൂടെ വീഡിയോ ഉണ്ടാക്കാൻ പറ്റും, ക്രെഡിറ്റ് വേണം. അത് പെയ്ഡ് ഫീച്ചർ ആണ്. ഓക്കെ, അതിൽ ഇമേജ് ജനറേറ്റ് ചെയ്യുന്നത് ഫ്രീ ഉണ്ട് തോന്നുന്നു. 150 ക്രെഡിറ്റ് ഫ്രീ ഉണ്ട്. ഇവിടെ കാണാൻ പറ്റും, കണ്ടോ? 150 ക്രെഡിറ്റ്. ഒരു വീഡിയോക്ക് 20 ക്രെഡിറ്റ് ആണ് വരിക. ഓക്കെ, അപ്പൊ അത് കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്രെഡിറ്റ് കാർഡ് നമ്പറൊക്കെ അടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് പിന്നെ അത് പെയ്ഡ് ആവും അല്ലെ? ഫ്രീ മാത്രമായിട്ട് കിട്ടില്ല. അതെ, അല്ല 150 ക്രെഡിറ്റ് ഫ്രീ ആണ്, അത് കിട്ടും. അത് ക്രെഡിറ്റ് കാർഡ് നമ്പർ അടിക്കാതെ കിട്ടോ? ഡീറ്റെയിൽസ് കൊടുക്കാതെ? ക്രെഡിറ്റ് കാർഡ് നമ്പർ ആയിട്ട് ഇത് ബന്ധമല്ല. അതായത് ഈ ഫ്ലോറിന് ടൂള് ഒരു നമ്പറാണ്, ഇത്ര പോയിന്റ് എന്ന് പറഞ്ഞ പോലെയാണ്. സാധാരണ നമ്മൾ ഏതെങ്കിലും ഇതുപോലെ ഫ്രീ ആയിട്ട് കിട്ടുമ്പോഴേ നമ്മളെടുത്തിട്ട് ഇപ്പൊ എന്തെങ്കിലും പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ആദ്യം കുറച്ച് നാൾ ഫ്രീ ആയിട്ട് കിട്ടും. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മുടെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് കൊടുക്കും. എന്നിട്ട് ആ ഫ്രീ വേർഷൻ കഴിഞ്ഞാൽ അല്ലെങ്കിൽ ആ ഡേയ്സ് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് ആയിട്ട് നമ്മുടെ കാർഡിൽ നിന്ന് എമൗണ്ട് കട്ടാവും. അങ്ങനെ ഒരു രീതിയിലാണ് ഉണ്ടാവല്. ഇത് അങ്ങനെ അല്ല അല്ലേ? ഇതങ്ങനെയല്ല. 150 നമുക്ക് ഫ്രീ ആണ്. നമുക്ക് ഇവിടെ അപ്ഗ്രേഡ് കൊടുത്തു കഴിഞ്ഞാലാണ് ഇതുള്ളൂ. 150 വരെ നമുക്ക് ഉണ്ടാകാം, ചെയ്ത് നോക്കാലോ. ഓക്കെ, ഇതില് നമ്മള് ഇപ്പൊ ഈ ജനറേറ്റ് ചെയ്ത പിക്ചർ ഡൗൺലോഡ് അടിക്കുമ്പോ അതിൽ 4K പെയ്ഡ് ആണെന്ന് തോന്നുന്നു അല്ലേ? നോക്കാം. ഇതിൽ ഇമേജ് ഉണ്ട്, വീഡിയോ, 2 ഓപ്ഷൻ ആണുള്ളത്. ഇമേജ് സെലക്ട് ചെയ്യുമ്പോൾ ഇമേജിനെ പല രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റും, പല റേഷ്യോ. ഞാനത് കയറുമ്പോൾ എനിക്ക് എന്റെ ഇന്റർഫേസ് വരുന്നത് ഇങ്ങനെയാണ്. ഞാൻ ഗ്രൂപ്പിലൊന്ന് ഷെയർ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ ന്യൂ പ്രൊജക്ട് പോയി കഴിഞ്ഞാൽ വരുന്നത് ഇങ്ങനെ പ്ലെയിൻ ആയിട്ട്. പ്ലെയിൻ തന്നെയാണ് വരുന്നത്, ഇങ്ങനെ തന്നെയാണ്. ഇതിൽ താഴെ കണ്ടില്ല, വാട്ട് യു വാണ്ട് ടു ക്രിയേറ്റ് എന്ന് ചോദിക്കുന്നില്ലേ? താഴെ, ഏറ്റവും താഴെ. ഇല്ലല്ലോ, അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെയാണ് നിങ്ങൾ ടൈപ്പ് ചെയ്യേണ്ട, പ്രോംപ്റ്റ് ടൈപ്പ് ചെയ്യേണ്ടത്. യെസ്. അതിന്റെ റൈറ്റ് സൈഡിൽ നാനോ ബനാന പ്രോ എന്ന് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിന്റെ ഒരു ഓപ്ഷൻസ് കാണാൻ പറ്റും. ഇമേജ് ഉണ്ട്, വീഡിയോ ഉണ്ട്. ഇമേജിൽ തന്നെ നിങ്ങൾക്ക് ഒരുപാട് ഓപ്ഷൻ ഉണ്ട്. ഏത് റീൽ ഫോർമാറ്റ് ആണോ, സ്ക്വയർ ഫോർമാറ്റ് ആണോ, 1:1 ആണോ, 4:3 ആണോ ചോദിക്കുന്നുണ്ട്. ഇതിൽ പിന്നെ 1, 2, 3, 4 എന്നുണ്ട്. ഇത് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ ഔട്ട്പുട്ട് എത്ര വേണമെന്നുള്ള. 1 തൊട്ട് നിങ്ങൾ ഇവിടെ ഒരു പ്രോംപ്റ്റ് എടുക്കുമ്പോൾ ഒരു ഔട്ട് മതിയോ, ഒരു ഫോട്ടോ മതിയോ, 2 കൊടുക്കുകയാണെങ്കിൽ 2 ഫോട്ടോ വരും. 4 എടുക്കുകയാണെങ്കിൽ 4 ഫോട്ടോ ജനറേറ്റ് ചെയ്യും. ഇതാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ. യെസ്, അതിന്റെ താഴെ ജനറേറ്റ് വിൽ യൂസ് 0 ക്രെഡിറ്റ്. കണ്ടോ? ഈ ഇമേജ് ജനറേറ്റ് ചെയ്യാൻ ഒരു ക്രെഡിറ്റും വേണ്ട, 0 ക്രെഡിറ്റ്. ഫ്രീ ആണെന്ന് അർത്ഥം. മനസ്സിലായില്ല എന്താ പറഞ്ഞ? അല്ല, പ്രോംപ്റ്റ് കൊടുക്കണേ. ഞാൻ പ്രോംപ്റ്റ് കൊടുത്തിട്ടില്ലല്ലോ. ഈ ജസ്റ്റ് ഇവിടെ നാനോ ബനാന എന്നുള്ള ഒരു ബട്ടൺ കണ്ടോ നിങ്ങള്? ഇവിടെ കണ്ടോ? ഇവിടെ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാനോ ബനാന പ്രോ എന്നാണ് കാണിക്കേണ്ടത്. പ്രോ ഓൾറെഡി അവിടെ ഡീഫോൾട്ട് അതാണ് വരിക. ഓക്കെ, 2 ഉണ്ട്. അപ്പൊ 2 ആയാലും മതി, പ്രശ്നമില്ല. ഏത് യൂസ് ചെയ്യാം. ഇമേജിനുള്ള ഓപ്ഷൻ ഉണ്ട്. എല്ലാത്തിനും 0 ക്രെഡിറ്റ് വിഷയം. നമുക്ക് ഏതാണ് സെലക്ട് ചെയ്യാം. നാനോ ബനാന അടിപൊളിയാ. നാനോ ബനാന പ്രോ സെലക്ട് ചെയ്താൽ മതി. ഓക്കെ, ഏതും സെലക്ട് ചെയ്യാം. അത് പല വെർഷൻസ് ആണ് ബനാനയുടെ. ഓക്കെ, അപ്ഡേഷൻസ് വരുമ്പോൾ മാറും. ആദ്യം 2 ഏറ്റവും ലേറ്റസ്റ്റ് അപ്ഡേറ്റ് ആണ് നാനോ ബനാന പ്രോ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് അൺലിമിറ്റഡ് ആയിട്ട് ക്രിയേറ്റ് ചെയ്യാം. അപ്പൊ ആ കൊടുത്തുള്ള പ്രോംപ്റ്റ് ഇതിലൊന്ന് ജനറേറ്റ് ചെയ്ത് നോക്കാം നിങ്ങൾക്ക്. അപ്പൊ നേരത്തെ നമ്മൾ ചാറ്റ് ജിപിടിയിൽ ക്രിയേറ്റ് ചെയ്തല്ലോ, ആ പ്രോംപ്റ്റ് ഇവിടെ നിങ്ങൾ ടൈപ്പ് ചെയ്ത് നോക്കുക, എന്താ മാറ്റം എന്നുള്ളത് നിങ്ങൾക്ക് അറിയാൻ പറ്റും. ഫ്ലോ വെച്ചിട്ട് 4 ഔട്ട്പുട്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അല്ലെ? അത് *4 എന്നുള്ളത് കൊണ്ടാണ് 4 ഔട്ട്പുട്ട് വന്നത്. അങ്ങനെ തന്നെയല്ലേ ചെയ്ത്? ധനന്ത് ഷെരൂക്ക്, നിങ്ങളെ പേരെന്തായിരുന്നു? അബുസിനാൻ. യെസ്, അബുസിനാൻ സർ. നിങ്ങൾ ആ *4 എന്നുള്ളത് കൊണ്ടല്ലേ 4 ഔട്ട്പുട്ട് ഒരുമിച്ച് വന്നേ? 2 വന്നത്. ഇത് നിങ്ങൾ എത്ര ഷെയർ ചെയ്ത് ഞാൻ നോക്കിയില്ല. അങ്ങനെയാണ് വന്നല്ലേ? ഇടക്കിടക്ക് എന്റെ വിൻഡോ കാണാതാവണ്. എനിക്ക് വന്നത് അങ്ങനെയാണ്.
ഇത് ലാസ്റ്റത്തെ പ്രോമിറ്റാ. ഏറ്റവും ലാസ്റ്റ് ലേറ്റസ്റ്റ് ആയിട്ട് നമ്മൾ ഷെയർ ചെയ്ത പ്രോംപ്റ്റ് ഒന്ന് വെച്ചിട്ട് ചെയ്ത് നോക്കാം. അതാണ് അത് ചെയ്തിട്ടുള്ളത്. ഞാനിപ്പോ കാണിച്ചത്. മിനിമം ലക്ഷറി കോപ്പി പോസ്റ്റർ. യെസ്, ഇവിടെ 1 ഔട്ട്പുട്ട് ആണെങ്കിൽ 1 നിങ്ങൾക്ക് ഏത് ഫോർമാറ്റിലാണ് വേണമെങ്കിൽ സെലക്ട് ചെയ്യട്ടോ. ഞാൻ 2 ഔട്ട്പുട്ട് കൊടുക്കാണ്. നമുക്ക് ജനറേറ്റ് ചെയ്ത് നോക്കാം. 2 ജനറേറ്റ് ചെയ്യുന്നുണ്ട്. 2 ഇമേജ് എന്താണ് ഔട്ട്പുട്ട് നോക്കാം. അറ്റ് എ ടൈം 2 ഇമേജ് നിങ്ങൾക്ക് കിട്ടും. ഇതെല്ലാവരും ചെയ്ത് നോക്കണ്ടോ? നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അൺലിമിറ്റഡ് ആയിട്ട് പോസ്റ്റ് ഡിസൈൻ ചെയ്യാനോ ഇമേജ് ജനറേറ്റ് ചെയ്യാനുള്ള ടൂളാണ് ഫ്ലോ എന്ന് പറയുന്നത് കേട്ടോ. എത്ര ഇമേജ് വേണമെങ്കിലും ഇത് സൂപ്പർ ആട്ടോ. മറ്റേ ഇന്നത്തെ ക്ലാസ്സിലെ ഇതൊരു മാസ്റ്റർ പോയിന്റ്. നമുക്ക് രാത്രി നാളെ പകലൊക്കെ ചെയ്ത് നോക്കാലോ ഇത് വെച്ചിട്ട്. അതെ അത്യാവശ്യം അടിപൊളിയായിട്ട് വരുന്നുണ്ട്. ഒരു തവണ സിംഗിൾ കാണിച്ചിട്ട് രണ്ടാമത്തെ ഡബിൾ കാണിക്കാനുള്ള ഓപ്ഷൻ കാണിക്കുന്നില്ലല്ലോ. ഇവിടെ കണ്ടോ? നിങ്ങൾ ഇതൊന്ന് എടുത്താൽ മതി. അവിടെ മാത്രമേ കാണിക്കുന്നുള്ളൂ. ഒന്ന് ബാക്ക് അടിച്ചാൽ മതി. ബാക്ക് അടിച്ച് പുതുതായിട്ട് ജനറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കാണിക്കും. ജനറേറ്റ് ചെയ്യുമ്പോൾ കാണിക്കും. 4 ഔട്ട്പുട്ട് വേണമെങ്കിൽ 4 അടിക്കാം. അപ്പൊ നിങ്ങൾക്ക് ഇത് വെച്ചിട്ട് ട്രൈ ഔട്ട് ചെയ്യാം. അപ്പൊ ഇതെല്ലാവരും ചെയ്ത് നോക്കിയോ? ആർക്കെങ്കിലും ഫ്ലോറിന ടൂൾ ഉപയോഗിക്കാൻ പറ്റാത്ത ആളുകളുണ്ടോ? ചെയ്ത് നോക്കാത്ത ആളുകളുണ്ടോ? ഇനി ഞാൻ വേറൊരു പ്രോംപ്റ്റ് നിങ്ങൾക്ക് തരാം. അപ്പൊ ഈ പ്രോംപ്റ്റിങ്ങിലാണ് നിങ്ങളുടെ കാര്യം കിടക്കുന്നത് കേട്ടോ. എല്ലാവരും ജനറേറ്റ് ചെയ്യുന്നുണ്ട്. വെരി ഗുഡ്. ഇതിലൊക്കെ മലയാളം കൊടുത്തൂടെ? മലയാളം കൊടുക്കാം. നിങ്ങൾ മലയാളം കൊടുത്ത് ടെസ്റ്റ് ചെയ്ത് നോക്കൂ എന്താണ് വരുന്നത്. അല്ലെ, നമുക്ക് എന്നെ അപേക്ഷിച്ചൊക്കെ മലയാളത്തിലുള്ള പോസ്റ്ററുകൾ വേണം. അപ്പൊ മലയാളം ഉണ്ടാക്കാൻ ഇതിലൊക്കെ പറ്റുമല്ലോ അല്ലേ? ചാറ്റ് ജിപിടിയിലും പറ്റും, ജെമിനിയിലും പറ്റും, ഇതിലും പറ്റും. ഓക്കെ, കാരണം ചാറ്റ് ജിപിടി ഇപ്പൊ അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ഇതുവരെ മലയാളം സപ്പോർട്ട് ചെയ്യുന്നത് കുറവായിരുന്നു. അപ്ഡേറ്റ് ആയിട്ടുണ്ട്. ചാറ്റ് ജിപിടിയിൽ ഇപ്പൊ ഓക്കെ ആയിട്ടുണ്ട്. ഇന്നലെ മിനിയാന്ന് ഒരു പുതിയ അപ്ഡേറ്റ് വന്നു, അതിൽ കറക്റ്റ് ആയിട്ടുണ്ട്. ഞാൻ മിനിഞ്ഞാന്ന് ചെയ്തിട്ട് പിന്നെ അക്ഷരങ്ങളൊക്കെ തലതിരിഞ്ഞു പോയിരുന്നു. യെസ്, അപ്പൊ ജിപിടിയുടെ ലേറ്റസ്റ്റ് അപ്ഡേറ്റിൽ ഓക്കെയാണ്. നിങ്ങൾ ഫ്രീ ഫീച്ചർ ആയിരിക്കും ഉപയോഗിക്കുന്നത്. ഫ്രീ ആണ്. അതുകൊണ്ടായിരിക്കും. വീഡിയോ ജനറേറ്റ് ചെയ്തോ? ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയതാ. യെസ്, ഇതില് ഒരു വീഡിയോ ജനറേറ്റ് ചെയ്യാൻ 20 ക്രെഡിറ്റ് ആണ് കേട്ടോ. ഫ്ലോയിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന 20 ക്രെഡിറ്റ് പോകുന്നുണ്ട്. യെസ്, 20 ക്രെഡിറ്റ്. അത് നിങ്ങൾ വെറുതെ ക്രെഡിറ്റ് തീർക്കാൻ നിൽക്കരുത്. ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഉപയോഗിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ക്യാഷ് കൊടുക്കണം. ഓക്കെ, ഇവിടെ കാണിക്കുന്നുണ്ട് ജനറേറ്റ് വിൽ യൂസ് 20 ക്രെഡിറ്റ്. ഓക്കെ, ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇവിടെ 150 ക്രെഡിറ്റ് എന്ന് എന്ത് ചെയ്യും? 20 ക്രെഡിറ്റ് കുറയും. ഓക്കെ, പിന്നെ നിങ്ങൾക്ക് വേറെ മെയിൽ ഐ ഡി ഉണ്ടാക്കിയാൽ മതി. വേറെ മെയിൽ ഐ ഡിയിൽ വീണ്ടും ജനറേറ്റ് ചെയ്യാം. ഓക്കെ, ഒരു മെയിൽ ഐ ഡിയിലാണ് അങ്ങനെ സംഭവം ഉണ്ടല്ലേ? അങ്ങനെ എത്ര ഉണ്ടാക്കാം. മെയിൽ ഐ ഡി ഇങ്ങനെ ഉണ്ടാക്കിയാൽ മതി. ഓക്കെ, യെസ്, 4 ഒരുമിച്ച് ചെയ്തിട്ടുണ്ട് അല്ലേ? യെസ്, അടിപൊളിയാണ്. പിന്നെ ഞാനൊരു പ്രോംപ്റ്റ് വന്നിട്ടുണ്ട്. ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് AI ഇമേജ് പ്രോംപ്റ്റ് ഫോർ പ്രീമിയം കോഫി പോസ്റ്റ് യൂസിങ് സിനിമാറ്റിക് ലൈറ്റിംഗ് ആൻഡ് എന്ന് പറഞ്ഞിട്ട് പ്രോംപ്റ്റ് ഉണ്ടാക്കാനാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ എല്ലാവരും പ്രോംപ്റ്റ് ചാറ്റ് ജിപിടി എടുക്കുക. ഫ്ലോ ഒന്ന് മാറിയിട്ട് നമ്മൾ ചാറ്റ് ജിപിടിയിലോട്ട് തന്നെ വരാം. ഓക്കെ, അപ്പൊ ഞാനിവിടെ കൊടുത്തിട്ടുള്ള പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാണ് പറഞ്ഞിട്ടുള്ളത്. എങ്ങനെ പ്രോംപ്റ്റുകൾ ഒന്ന് ബെറ്റർ ആക്കാമെന്ന് പഠിക്കാൻ നമുക്ക് ഇവിടെ ഉണ്ടോ. ക്രിയേറ്റ് എ ഡീറ്റെയിൽഡ് AI ഇമേജ് പ്രോംപ്റ്റ് ഫോർ എ പ്രീമിയം കോഫി പോസ്റ്റ് യൂസിങ് സിനിമാറ്റിക് ലൈറ്റിംഗ് ആൻഡ് മിനിമൽ സ്റ്റൈൽ. അപ്പം ഇമേജ് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാനാണ് നമ്മൾ ഇന്ന് നോക്കുന്നത്. നമ്മൾ പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ഇമേജ് ജനറേറ്റ് ചെയ്യാം, അടിപൊളി പ്രോംപ്റ്റ് ആയാലും എന്ത് മാറ്റം, നോർമൽ പ്രോംപ്റ്റ് ആയാലും എന്ത് മാറ്റം എന്നുള്ളത് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി പ്രോംപ്റ്റുകൾ എങ്ങനെ നിർമ്മിക്കാം, ഇതിൽ നമുക്ക് കിട്ടിയ ഇൻസ്ട്രക്ഷൻസ് എങ്ങനെ അടിപൊളിയായിട്ട് വീണ്ടും പ്രോംപ്റ്റുകൾ ക്രിയേറ്റ് ചെയ്യാം.
യെസ് എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ചാറ്റ് ജി പി ടിയിൽ ഒന്നും കൂടി അടിപൊളിയായിട്ട് ഇമേജ് ജനറേറ്റ് ചെയ്യുന്നുണ്ട്, ഒന്നുകൂടി ക്വാളിറ്റി ഫീൽ ചെയ്യുന്നുണ്ടല്ലോ ജെമിനി ഫ്ലോനേക്കാളും. അങ്ങനെ ഫീൽ ചെയ്തിട്ടുണ്ടോ? ഈ പോസ്റ്ററിൽ ഒന്നും കൂടി അടിപൊളി, നേരത്തെ ഫ്ലോയിൽ ക്രിയേറ്റ് ചെയ്യുന്നതിനേക്കാൾ അടിപൊളിയായിട്ട് ചാറ്റ് ജി പി ടി നല്ല ഷെയർ ആയിട്ടുണ്ട്, അപ്ഡേറ്റഡ് ആയിട്ടുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ ഞാൻ ഗ്രൂപ്പിൽ ഒന്ന് ഷെയർ ചെയ്ത് ക്രിയേറ്റ് ഡീറ്റെയിൽ ഇമേജ് പ്രോംപ്റ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഇവിടെ കൊടുത്തു, എൻ്റർ അടിച്ചു. അപ്പൊ ഇമേജ് പ്രോംപ്റ്റ് നമുക്ക് നൽകാൻ നോക്കാം. അപ്പൊ പ്രോംപ്റ്റും നമുക്ക് എന്ത് ചെയ്യാം, ചാറ്റ് ജി പി ടിനെ കൊണ്ട് തന്നെ ഉണ്ടാക്കിപ്പിക്കാം. അപ്പൊ അത് നിങ്ങൾ ട്രൈ ഔട്ട് ചെയ്യുക. അപ്പൊ നമ്മൾ ചെറിയൊരു ഇൻസ്ട്രക്ഷൻ കൊടുത്തു, അതായത് നമുക്കൊരു കോഫി ബ്രാൻഡ് തുടങ്ങണം, അതിന് വേണ്ടിയിട്ട് നമുക്ക് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യണം. അതിന് ചെറിയ കോണ്ടസ്റ്റ് കൊടുത്തു. ഇമേജ് പ്രോംപ്റ്റ് ആണ് വേണം, പ്രീമിയം കോഫി പോസ്റ്ററിന് വേണ്ടിയിട്ടാണ്, സിനിമാറ്റിക് ലൈറ്റിംഗും മിനിമൽ സ്റ്റൈലും വെച്ചിട്ടുള്ള പ്രോംപ്റ്റ് നമുക്ക് ക്രിയേറ്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പൊ പ്രോംപ്റ്റ് നമുക്ക് എന്ത് തരാണ്, ഉണ്ടാക്കി തരാണ്. യെസ്, ഷാൽ സർ ഉണ്ടാക്കിയിട്ടുണ്ട്, വെരി ഗുഡ്. അപ്പൊ നമുക്ക് യെസ്, അപ്പൊ എനിക്കും ഇവിടെ ഒരു പ്രോംപ്റ്റ് തന്നിട്ടുണ്ട്. അപ്പൊ ഈ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്താൽ എന്താണ് ഔട്ട്പുട്ട് എന്ന് നോക്കാം. ആ പ്രോംപ്റ്റ് നമ്മൾ കോപ്പി ചെയ്യുന്നു, ക്രിയേറ്റ് ഇമേജ് കൊടുക്കുന്നു, ഇവിടെ ജനറേറ്റ് ചെയ്യുന്നു. ഈ പ്രോംപ്റ്റ് നിങ്ങൾക്ക് ഫ്ലോയിലും സെറ്റ് ചെയ്ത് നോക്കട്ടോ, ഫ്ലോയിൽ എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നോക്കാം. ആ നേരത്തെ കൊടുത്ത പ്രോംപ്റ്റിനേക്കാൾ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, അപ്പൊ പ്രോമിറ്റ് എവിടെയാണ് പേസ്റ്റ് ചെയ്യേണ്ടത്? ചാറ്റ് ജി പി ടിയിൽ പേസ്റ്റ് ചെയ്യാം, ഫ്ലോയിലും പേസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് രണ്ടും റിസൾട്ട് എന്താ നോക്കാം. ഓക്കെ, പേസ്റ്റ് ചെയ്യേണ്ടത് ഇവിടെ തന്നെ, ഇവിടെ ആസ്ക് എനിത്തിങ് എന്നുള്ളടത്ത് കൊണ്ടുപോയി പേസ്റ്റ് ചെയ്യാം റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട്. നമ്മൾ ഇന്നത്തെ വർക്ക്ഷോപ്പിൽ പഠിച്ചത് ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ഒരു സിമ്പിൾ പോസ്റ്റർ ഉണ്ടാക്കാം. ഒന്ന് ഡീറ്റെയിൽ ആയുള്ള പ്രോംപ്റ്റ് വെച്ചിട്ട് എങ്ങനെ ഉണ്ടാക്കാം, എന്താ മാറ്റം എന്നുള്ള നമ്മൾ കമ്പയർ ചെയ്ത് പഠിച്ചു. രണ്ടാമത് കുറച്ച് കാര്യങ്ങൾ, കുറച്ച് കോണ്ടസ്റ്റ് കൊടുത്തിട്ട് ആ കോണ്ടസ്റ്റിൽ നിന്ന് നമുക്ക് ഒരു ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രോംപ്റ്റ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യാം, അതും നമുക്ക് ചാറ്റ് ജി പി ടി യൂസ് ചെയ്തിട്ടാണ് ക്രിയേറ്റ് ചെയ്യാം എന്നുള്ളതാണ് നമ്മൾ പഠിച്ചത്. അപ്പൊ ആ പ്രോംപ്റ്റ് വെച്ചിട്ടുള്ള ഔട്ട്പുട്ട് ഒന്നും കൂടി ഒന്ന് നിങ്ങൾക്ക് നോക്കാം, എന്താ മാറ്റം എന്നുള്ളത്. യെസ്, ഒന്നുകൂടി പ്രീമിയം ലെവലിൽ എന്ത് ചെയ്തു, നമുക്ക് വേണ്ടിയിട്ട് ഒന്നുകൂടി അടിപൊളിയായിട്ടുള്ള ഒരു പോസ്റ്റർ നമുക്ക് നിർമ്മിച്ചു തന്നിട്ടുണ്ട്. ഇപ്പൊ പ്രോംപ്റ്റ് അടിപൊളിയാകുമ്പോൾ എല്ലാവരും ഔട്ട്പുട്ടും ഏകദേശം ഒരേപോലെയാണ്. നോക്കിട്ടോ, ശ്രദ്ധിച്ചു നോക്കൂ. നിങ്ങൾ നോക്കുന്നുണ്ടോ? അപ്പൊ എല്ലാവർക്കും ഒരേ പ്രോംപ്റ്റ് ആണ് കൊടുത്തിട്ടുള്ളത്. ആദ്യം നോർമൽ പ്രോംപ്റ്റ് എടുത്ത് റാൻഡം റിസൾട്ട് വന്നത്. അപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് കൊടുക്കുമ്പോൾ ഏകദേശം എല്ലാവർക്കും ഒരേപോലത്തെ റിസൾട്ടുകളാണ് വന്നു തുടങ്ങിയിട്ടുള്ളത്. അത് ശ്രദ്ധിച്ചോ നിങ്ങളെ? ഇപ്പൊ ഷാൽ സർ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരു റിസൾട്ട് കണ്ടു, രണ്ടും ഒരാളാണ് ഇട്ടത്. വേറെ ആരെങ്കിലും ഒന്ന് ഷെയർ ചെയ്യൂ. എന്റേതാവുന്നേ ഉള്ളൂ. ഞാൻ ചെയ്തതിൽ ഈ പിക്ചർ മാത്രമല്ല, ടെക്സ്റ്റും കാര്യങ്ങളൊന്നും വന്നില്ല. അത് ടെക്സ്റ്റ് പ്രോംപ്റ്റ് ഇൻക്ലൂഡ് അല്ലാത്തത് കൊണ്ടാവില്ലേ? ആ പ്രോംപ്റ്റിൽ ടെക്സ്റ്റ് ഇല്ലാത്തത് കൊണ്ടാണ് വന്നിട്ടുള്ളത്. ആ പ്രോംപ്റ്റ് നിങ്ങൾ വായിച്ചു നോക്കട്ടെ, നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം, ചെയ്ത് നോക്കാം. പിക്ചർ മാത്രമാണ്. ആദിൽ, കോഫി പ്രീമിയം, ഈ പ്രോംപ്റ്റ് അല്ലേ? എല്ലാവർക്കും ജനറേറ്റ് ചെയ്ത പ്രോംപ്റ്റ് ഒന്നാണെങ്കിൽ റിസൾട്ട് ഒന്നാകണം. ഓക്കെ, ഡിഫറെന്റ് പ്രോംപ്റ്റ് ആണെങ്കിൽ ഡിഫറെന്റ് റിസൾട്ട് ആയിരിക്കും. അതും നിങ്ങൾ മനസ്സിലാക്കുക. അപ്പൊ എത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ പ്രോംപ്റ്റ് കൊടുക്കുന്നോ അത്രത്തോളം ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് റിസൾട്ടുകൾ കിട്ടും എന്നുള്ളതാണ്. എല്ലാവരും ഒരേ കോണ്ടസ്റ്റും ഒരേ സ്റ്റൈലും ഒരേ ഫോമാറ്റും ആണ് കൊടുക്കുന്നുണ്ടെങ്കിൽ റിസൾട്ട് എല്ലാവർക്കും സെയിം ആകണം. അതാണ്. ഓക്കെ, ഏകദേശം എല്ലാവർക്കും സെയിം ആവും. ഇനി ഇതിന്റെ മോർ വേരിയേഷൻസ് കിട്ടാൻ എന്താ വേണ്ടത്? കൂടുതൽ പ്രോംപ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ നീഡ് 5 വേരിയേഷൻസ്. ഓക്കെ, 5 വെറൈറ്റി വേണമെന്നുണ്ടെങ്കിൽ 5 വെറൈറ്റി വേണമെന്ന് പറയാം. അപ്പൊ നമുക്ക് 5 വെറൈറ്റി പ്രോംപ്റ്റ് നമുക്ക് ചാറ്റ് ജി പി ടി തന്നെ ഉണ്ടാക്കി തരും. പല വേരിയേഷൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പല വേരിയേഷൻസ് നിങ്ങൾക്ക് നിർമ്മിക്കാം. ഓക്കെ, ഒരു പ്രോംപ്റ്റ് ഒരു ഡിസൈൻ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത്.
അതിന് എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഈ ഒരു മോഡലാണ് വേണമെങ്കിൽ ഈ മോഡലിലെ പ്രോംപ്റ്റ് ആണ്. യെസ്. യെസ്. ഇത് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടോ ഇതില്? യെസ്. റിയൽ എസ്റ്റേറ്റിന് എന്തായിരുന്നു പേര്? ഹാൻഡ് റൈസ് എന്ത് പറയണ്ടോ? 3B റിയൽ എസ്റ്റേറ്റ്. യെസ്. എല്ലാവരും ചെയ്തോ? നിങ്ങൾ ഫ്ലോയിലും കൂടി ഒന്ന് ചെയ്ത് നോക്കട്ടോ. ഫ്ലോയിൽ എന്താണ് ഔട്ട്പുട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. ഫ്ലോയിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. യെസ്. ഫ്ലോയിൽ ഒന്നും കൂടി ഷുവർ ആയിട്ടുള്ള ഔട്ട്പുട്ടുകൾ വന്നിട്ടുണ്ട്. ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് കൊടുത്താൽ ഒന്നും ഡീറ്റെയിൽ ആയിട്ട് റിസൾട്ട് നമുക്ക് കിട്ടും. ഓക്കെ. യെസ്. അപ്പം നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള 3 ലെവൽ ഓഫ് റിസൾട്ടുകൾ നമുക്ക് കിട്ടി. സാറേ മലയാളത്തിലാണെങ്കിൽ അതൊന്ന് പറഞ്ഞുതരാമോ? യെസ്. മലയാളത്തിൽ. ഓക്കെ. ഇനി ഇവിടെ കൊടുക്കാൻ നമുക്ക് ഇതിപ്പോ 5 പ്രോംപ്റ്റ് നമുക്ക് വേണമെന്ന് പറഞ്ഞു അല്ലെ. 5 വേരിയേഷൻസ് ഇവിടെ വന്നു. അതെല്ലാവരും ട്രൈ ചെയ്തോ? നമുക്ക് ഡിഫറെന്റ് വേരിയേഷൻ വേണമെങ്കിൽ 5 വേരിയേഷൻസ് വേണമെന്ന് പറഞ്ഞാൽ പല തരത്തിലുള്ള പ്രോംപ്റ്റ് നമുക്ക് തരും. ഓക്കെ. അതെല്ലാവരും ശ്രദ്ധിച്ചല്ലോ അല്ലെ. ഒരു പ്രോംപ്റ്റിന്റെ പല രീതികൾ വേണമെന്നുണ്ടെങ്കിൽ ChatGPT കൊണ്ട് തന്നെ പറഞ്ഞു കഴിഞ്ഞാൽ 5 പല രീതികൾ നമുക്ക് തരും. അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ട്. എന്താ മാറ്റേണ്ട? കളറ്, ബാക്ക്ഗ്രൗണ്ട് ഒക്കെ മാറ്റി കൊടുക്കല്ലേ? യെസ്. അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം. ഇവിടെ ഫസ്റ്റ് ഹീറോ കപ്പാൻ ഡാർക്ക് ലക്ഷറി ബേസ് ലൈൻ ആണ്. ഈ ടൈപ്പ് ആണ് വേണ്ട പ്രോംപ്റ്റ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ തന്നിട്ടുണ്ട്. രണ്ടാമത്തെ ഈ കോഫി ഇമേജില് നമ്മുടെ ഷോപ്പിന്റെ പേരൊക്കെ കൊടുക്കണമെന്നുണ്ട്. അത് നാളെ മറ്റന്നാളൊക്കെ പഠിക്കും അല്ലേ? എഡിറ്റിംഗ്. ശരി. ഇനി നിങ്ങൾ മലയാളത്തിൽ വേണമെന്ന് പറഞ്ഞല്ലേ. ഐ നീഡ് എ മലയാളം പ്രോംപ്റ്റ്. മലയാളം പ്രോംപ്റ്റ് വേണമെന്ന് ടൈപ്പ് ചെയ്യുകയാണെങ്കിൽ എന്താണ് റിസൾട്ട് നമുക്ക് നോക്കാം. നിങ്ങൾക്ക് ഇംഗ്ലീഷ് മനസ്സിലാകാത്ത ആളുകൾക്ക് എന്ത് ചെയ്യാം? മലയാളത്തിലും സാധനം തരും. ഓക്കെ. ഇവിടെ ചോദിക്കുന്നുണ്ട് ക്രിയേറ്റ് ചെയ്യാൻ മലയാളം ടെക്സ്റ്റ് പോസ്റ്റർ ഹെഡ്ലൈൻ ടാഗ് സെറ്റ് ചെയ്യുക ഫോർ യുവർ ബ്രാൻഡ് എന്ന് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് കോപ്പി ചെയ്തിട്ട് നമുക്ക് ഇവിടെ അതനുസരിച്ചുള്ള പ്രോംപ്റ്റ് ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ജനറേറ്റ് ചെയ്യാണ്. ഒരു കപ്പ് കോഫി, ഒരു പുതിയ തുടക്കം എന്നൊക്കെ പറഞ്ഞിട്ട് വന്നിട്ടുണ്ട്. അല്ല, അതിനീട് മലയാളം പ്രോമിറ്റ് കൊടുത്തല്ലേ. നമുക്ക് വേണ്ടത് കോഫിനെ പറ്റിയല്ല, മറ്റൊരു എന്താ പറയാ ഒരു സമ്മേളനത്തിനെ പറ്റി, മറ്റൊരു ഒരു പോസ്റ്റർ, ഒരു ബിസിനസ് പോസ്റ്ററിനെ കുറിച്ചൊക്കെ ആണെങ്കിൽ എന്താ കണ്ടന്റ് കൊടുക്കുക? സാറ് ചോദിക്കുന്നത് മലയാളത്തിൽ പ്രോമിറ്റ് കൊടുക്കണം. നമ്മള് ഇംഗ്ലീഷിൽ എഴുതിയാലും പ്രോമിറ്റ് കിട്ടും. ഇംഗ്ലീഷിൽ എഴുതി കൊടുത്താല് പ്രോമിറ്റ് തരാറുണ്ട്. ഞാനത് യൂസ് ചെയ്യാറുണ്ട്. അതുകൊണ്ടാണ്. നിങ്ങൾക്ക് ഇത് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്യാൻ ഇംഗ്ലീഷിലും കൊടുക്കാം, മലയാളത്തിലൊക്കെ നിങ്ങൾക്ക് പറയാം. ശരി, മൈക്ക് ഓൺ ആക്കിയിട്ട് ഇന്ന പ്രോംപ്റ്റ് വേണം, ഇന്ന കാര്യത്തിന്. സസീന മാഡം മലയാളത്തിൽ ഒരു പ്രോംപ്റ്റ് തയ്യാറാക്കിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ വായിച്ചു നോക്കുക. നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൽ മാറ്റി വരുത്തുന്ന നിങ്ങളെ ഇതായിട്ടുള്ള രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, എന്തെങ്കിലും എഡിറ്റും കാര്യങ്ങളൊക്കെ കൊണ്ടുവരാം. ഓക്കെ. ഇനി ഒരു ടാസ്ക് തരാണ് ലാസ്റ്റ്. ഞാനൊരു പ്രീമിയം പോസ്റ്റർ ഇമേജ് ഫോർ എ കോഫി ബ്രാൻഡ്. ഒരു 3 ഇമേജ് നിങ്ങൾ ജനറേറ്റ് ചെയ്യാം. ഓക്കെ. ഒരു കോഫി ബ്രാൻഡിന് വേണ്ടിയിട്ട് നിങ്ങൾ എന്ത് ചെയ്യും, 3 ഇമേജ് ജനറേറ്റ് ചെയ്യുക. അതിന് പ്രോംപ്റ്റ് ഉണ്ടാക്കിയിട്ട് നിങ്ങൾ ജനറേറ്റ് ചെയ്തിട്ട് ഗ്രൂപ്പിൽ ഒന്ന് ഇടാം. ഞാൻ ഓക്കെ. താങ്ക് യു. ഞാനൊന്ന് ലീവ് ചെയ്യാം. എനിക്ക് വേറെ ചെറിയ അപ്പോയിന്റ്മെന്റ് ഉണ്ട്. ഓക്കെ.
പ്രോബ്ലം. അപ്പൊ എല്ലാരും ഒന്നൊരു 3 പോസ്റ്റർ ക്രിയേറ്റ് ചെയ്ത ടാസ്ക് തന്നിട്ടുണ്ട്. അപ്പൊ അന്ന് ചെയ്യാം. മലയാളി കോഫി, മലയാളം. ഇത് ChatGPT ആണോ? ഇത് ഏതാണ്? ഞാൻ ടച്ച് ചെയ്ത് ChatGPT അല്ല, അത് ഗൂഗിൾ എഴുത്തുപകരണത്തിൽ ടച്ച് ചെയ്ത, അതുകൊണ്ടാണ് ആ ലീന്റെ 2 വള്ളിയൊക്കെ വന്നുപോയി. ഇവിടെ കണ്ടോ നല്ല അടിപൊളിയായിട്ടുള്ള മലയാളം ടെസ്റ്റ് സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല പ്രീമിയത്തിൽ തന്നെ തന്നിട്ടുണ്ട്. ഇന്ന് തന്നെ അനുഭവിക്കുന്നു കൊടുത്തിട്ടുണ്ട്. ഓക്കെ, 1 കപ്പ് കോഫി, ഒരു പുതിയ തുടക്കം. മലയാളത്തിൽ നിങ്ങൾക്ക് എന്ത് ചെയ്തിട്ടുണ്ട്? ChatGPT ആണ് ഇട്ടത്. മലയാളം സപ്പോർട്ടിംഗ് ആണ്. ഫ്രീ വെർഷൻ ഉപയോഗിക്കുന്ന ആളുകൾ ഇത് ChatGPT ആണ് അപ്പോൾ ചെയ്തത് അല്ലേ? മലയാളം അതെ 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 കറക്റ്റ് അല്ലേ? കിട്ടുന്നുണ്ട്. ഇത് പ്രോ ഫ്രീ വെർഷൻ ആണോ? ഫ്രീ വെർഷൻ തന്നെയല്ലേ സാർ ഉപയോഗിക്കുന്നത്? അല്ലല്ല, ഞാൻ എന്താണ് പെയ്ഡ് ആണ്. ഫ്രീ ചെയ്തിട്ടുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ഇതൊന്ന് മലയാളത്തിൽ ഒന്ന് ചെയ്ത് നോക്കിയിട്ട് ഒന്ന് ഗ്രൂപ്പിൽ ഇടാം. മലയാളം കറക്റ്റ് വരുന്നുണ്ടോ എന്നുള്ളതൊന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് നിങ്ങൾക്ക് നിങ്ങളെ ബ്രാൻഡ് ലിങ്ക് ചെയ്യണമെങ്കിൽ ഇങ്ങനെ നിങ്ങൾക്ക് നിർമ്മിക്കാവുന്നതാണ്. നിങ്ങളുടെ ബ്രാൻഡിന് ഇവിടെ ഔറെലിയോ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡാണ്. നിങ്ങളുടെ ബ്രാൻഡിന്റെ പേര് നിങ്ങൾക്ക് ഇവിടെ കൊടുക്കാം. ഇതെങ്ങനെ മാറ്റാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിന്റെ പ്രോംപ്റ്റ് നിങ്ങൾക്ക് എടുക്കാം. ഓക്കെ, ഈ പ്രോംപ്റ്റ് ഏതാണ്? ഇതിന്റെ പ്രോംപ്റ്റ് നമ്മൾ ഇതാണല്ലോ. ഓക്കെ, അപ്പൊ ഇതിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ബ്രാൻഡ് പൊസിഷൻ ഇവിടെ നിങ്ങൾക്ക് എന്താ ടാഗ് ലൈൻ നിങ്ങൾക്ക് മാറ്റി കൊടുക്കാം. ഈ പ്രോംപ്റ്റിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ ഇതിൽ മാറ്റം വരും. ഓക്കെ, ഇതിൽ ചെറിയ കാര്യം കൊടുത്തിട്ടുള്ളൂ, ബാക്കി AI തന്നെ ഉണ്ടാക്കിയതാണ്. ഓക്കെ, സിഗ്നേച്ചർ റോസ്റ്റ്. ഓക്കെ, ഫ്ലോയിൽ ഉണ്ടാക്കിയതാണ്. ഫ്ലോനേക്കാളും അടിപൊളിയായിട്ട് ജനറേറ്റ് ചെയ്യുന്നതാണ് ഇപ്പൊ ChatGPT കാണുന്നത്. രണ്ടും തമ്മിലുള്ള മാറ്റം തന്നെ നിങ്ങൾക്ക് തിരിച്ചറിയാമെന്ന് വിചാരിക്കുന്നു. ChatGPT ജെമിനി ഒന്ന് ട്രൈ ചെയ്യാം, ഫ്ലോം ഇതൊന്ന് ട്രൈ ചെയ്യാം. ഏതാണ് ബെറ്റർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം. ചെയ്ത് നോക്കിയിട്ട് ബെറ്റർ ആയിട്ട് കാലാവധി കഴിഞ്ഞു, ഇനി മണിക്കൂറുകൾ കഴിയണം. സോറി. ഓക്കെ, യെസ്, ആ സെയിം പ്രോംപ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം? ഫ്ലോയിൽ ഒന്ന് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. എന്താണ് മാറ്റം എന്ന് നമുക്ക് അറിയാം. യെസ്, അപ്പോൾ ഇത് നിർമ്മിക്കുന്നതിൽ ഇപ്പോൾ ഒരു പ്രോംപ്റ്റ് ഇപ്പൊ നമ്മൾ പഠിച്ചത് എങ്ങനെ പോസ്റ്റർ അല്ലെങ്കിൽ ഇമേജ് ജനറേറ്റ് ചെയ്യാന്ന് പഠിച്ചു. അത് സിമ്പിൾ പ്രോംപ്റ്റ് വെച്ചാൽ എന്താണ് മാറ്റം, ഡീറ്റെയിൽ ആയിട്ട് പ്രോംപ്റ്റ് ആകുമ്പോൾ എന്ത് മാറ്റം വരും. അതുപോലെ ഫ്ലോറിന്റെ ടൂളിനെ കുറിച്ച് നമ്മൾ പഠിച്ചു, എല്ലാം അൺലിമിറ്റഡ് ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും എന്നുള്ളത് പഠിച്ചു. പിന്നെ നമ്മൾ ഒരു പ്രോംപ്റ്റ് വെച്ചിട്ട് നമ്മൾ കൂടുതൽ പ്രോംപ്റ്റുകൾ നമുക്ക് നിർമ്മിക്കാൻ പറ്റും. ചെറിയ കോണ്ടസ്റ്റ് കൊടുത്തിട്ട് അതിന് പ്രോംപ്റ്റ് ജനറേറ്റ് ചെയ്തെടുക്കാം. എന്നിട്ട് ആ പ്രോംപ്റ്റ് വെച്ചിട്ട് നമുക്ക് എന്തുണ്ടാക്കാം? പോസ്റ്റർ ഡിസൈൻ ചെയ്യാം. അപ്പൊ നിങ്ങളുടെ ബ്രാൻഡിന്